Amen. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കടന്നു വരുന്ന പിതാവേ, ഈ പ്രഭാത സമയത്ത് പിതാവേ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. Yes, hallelujah. स्वर्गीय पिता परमेश्वर, आज सुबह के वक्त हम आपके निकट आते हैं. പിതാവേ, ഞങ്ങൾ വിഭിന്ന സ്ഥലങ്ങളിൽ, വിഭിന്ന രാജ്യങ്ങളിൽ, വിഭിന്ന ദേശത്ത് ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാത സമയത്ത് പിതാവേ, വിത്ത് ഡിഫറെന്റ് ടൈം സോൺ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. परमेश्वर हालेलुया, दुनिया के विभिन्न भागों से अलग अलग समय में इस समय हालेलुया आपकी उपस्थिति में आने के लिए जो अवसर आपने दिया उसके लिए हम धन्यवाद करते हैं. ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ സന്നിധിയിലായിരിക്കാനും ആമേൻ ഈ വാസ പ്രാർത്ഥനയുടെ 5-ാം ദിവസം പിതാവേ, പ്രഭാത സമയത്ത് നിന്റെ സന്നിധിയിൽ കടന്നു വരാൻ ദൈവം തന്ന കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर इस उपवास और प्रार्थना के 5वें दिन सुबह के सत्र में आप पहुंचने के लिए प्रभु ने सहायता और मदद किया. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, കേൾക്കുന്ന ആലോചനകൾ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പിതാവേ അത് നിവർത്തിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. परमेश्वर जिन वचनों को हम सुनते हैं, परमेश्वर जो वाणियों को हम आपके वचन से सुनेंगे, परमेश्वर सब कुछ हमारे जीवन में लागू होने के लिए, पूरा होने के लिए हम प्रार्थना करते हैं. പരിശുദ്ധാത്മാവേ, ഇപ്പം വരെ ദൈവത്തിന്റെ കൺട്രോൾ ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിരുന്ന കൃപയ്ക്കായി സ്തോത്രം. परमेश्वर आप तक आपका नियंत्रण हमारे बीच में रहा, हालेलुया, हम धन्यवाद करते हैं. ഈ പ്രഭാത സമയത്തും we still want your presence, ഞങ്ങൾ നിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു പിതാവേ. परमेश्वर आगे भी हम आपकी महान उपस्थिति को चाहते हैं. പിതാവേ, ഞങ്ങളെ നടത്തണമേ. परमेश्वर आप हमारी अगुवाई करें. ഞങ്ങളെ പിതാവേ വചനത്തിലും പിതാവേ വചനത്തിന്റെ ആഴത്തിലോട് ഞങ്ങളെ കൊണ്ടുപോകണമേ. परमेश्वर वचन की गहराइयों में आप हमें लेकर चले. പിതാവേ, ഇരിക്കുന്ന എല്ലാ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. परमेश्वर जितने लोग यहाँ पर उपस्थित है सबों के लिए हम प्रार्थना करते हैं. പിതാവേ, ആത്മാവിന്റെ സാന്നിധ്യം അവരുടെ ഭവനങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. आत्मा की उपस्थिति हर एक परिवारों में बने रहने के लिए हम प्रार्थना करते हैं. പിതാവേ, കേൾക്കുന്ന ആലോചനകൾ അവരുടെ ജീവിതത്തിൽ നിവർത്തിക്കാൻ നീ സഹായിക്കണമേ. परमेश्वर जिन वचनों को वो सुनेंगे वो सब उनके जीवन में पूरा होने के लिए हम आपसे प्रार्थना करते हैं. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരം ആരെ തൊട്ടില്ലെങ്കിൽ ദൈവ കരം അവരുടെ ഭവനത്തിൽ ചെന്ന് തൊടണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. यस हालेलुया. परमेश्वर हम किसी के सर पर हाथ ना भी रखे मगर स्वर्गीय परमेश्वर का हाथ हर एक भवन में उतर कर हर एक लोगों को छूने के लिए हम प्रार्थना करते हैं. ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. परमेश्वर हम अपने आप को समर्पित करते हुए प्रार्थना करते हैं. വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്ത ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. परमेश्वर आज सब सभा की अगुवाई के लिए आपके दास के लिए हम प्रार्थना करते हैं. ദാസന്റെ കൂടെ ആയിരിക്കുന്ന എല്ലാ ആമേൻ ആമേൻ ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. परमेश्वर उनके साथ के हर एक प्रभु के दासों के लिए हम प्रार्थना करते हैं. ദൈവം ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന മന്ന, परमेश्वर आपने जो मन्ना हमारे लिए तैयार रखा है, we know it's a fresh manna to everyone this morning. परमेश्वर हम जानते हैं कि वो एक नया हालेलुया मन्ना है आज के दिन के लिए. അതെല്ലാവർക്കും വേണ്ടി ഒരു ഫ്രഷ് മന്ന ആകട്ടെ പിതാവേ. परमेश्वर एक नए मन्ने के समान, एक फ्रेश मन्ना के समान हमें अब उपलब्ध हो जाए. അവരുടെ ഉള്ളങ്ങളിൽ ചെല്ലുമ്പോൾ അതൊരു വിടുതലിന്റെ കാരണമാകട്ടെ. परमेश्वर वो वचन जब लोगों के हृदय में पहुंचे एक छुटकारे का कारण बनने पाए. ഓ, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ മറക്കണമേ. परमेश्वर आपकी उपस्थिति में हमें ढापे रहे. അടിയനെ നീ ബലപ്പെടുത്തണമേ. ദാസനെ സ്തോത്രം ബലപ്പെടുത്തണമേ. परमेश्वर हालेलुया आपके दास को हालेलुया अनुवाद के लिए प्रभु सहायता मदद करे. ഞങ്ങളെ സഹായിക്കണമേ. हम सबों की सहायता मदद करें. യേശുവിൻ കൃപയോട് കേൾക്കണ പിതാവേ. यीशु के नाम में प्रार्थना विनतियों को सुने पिता. ആമേൻ. आमेन. ദൈവസന്നിധിയിൽ നമ്മൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഈ പ്രഭാത സമയത്ത് ദൈവസന്നിധിയിൽ കടന്നു വരാനും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. और परमेश्वर की उपस्थिति में उपवास और प्रार्थना के साथ रहते समय हालेलुया सुबह के समय प्रभु के पास आने के लिए जो अवसर हमें मिला है मैं प्रभु को धन्यवाद करता हूँ. ആമേൻ ആമേൻ ഹല്ലേലൂയ. ഞാൻ കൂടുതലായിട്ട് ഹിന്ദിയിലാണ് ശുശ്രൂഷിക്കുന്നതെങ്കിലും ദൈവം തരുന്ന ആമേൻ കൃപയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആമേൻ ലാംഗ്വേജ് ആമേൻ ദൈവം തന്നെ കൃപയാണ്. ദൈവസന്നിധി നിൽക്കുമ്പോൾ ദൈവം ഭാഷയുടെ ലിമിറ്റേഷൻസ് എല്ലാം മാറ്റി ഇത്രത്തോളം ദൈവം ബലപ്പെടുത്തുന്നു. നിങ്ങൾ ശ്രദ്ധയോടെ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന വചനമാണ്. यस हालेलुया. परमेश्वर के दास अधिकतर हालेलुया आप हिंदी में प्रभु की सेवकाई करते हैं मगर भाषा एक समस्या नहीं है, मगर परमेश्वर की उपस्थिति में जब हम खड़े होते हैं हर एक भाषाओं को देने वाला और वचनों से बात करने वाला परमेश्वर आज हमारे बीच में उपस्थित है. ദൈവം നമ്മളെ ഇത്രത്തോളം ബലപ്പെടുത്തി ഈ പ്രഭാത സമയത്ത് ഇണ്ടിക്കാനും ദൈവം നമ്മളെ ശക്തീകരിച്ച കൃപയ്ക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. हालेलुया. अब तक परमेश्वर ने हमारी सहायता की है, विशेष रूप से सुबह के समय प्रभु की उपस्थिति में उठने के लिए और परमेश्वर की उपस्थिति में बने रहने के लिए प्रभु ने सहायता किया. हाथों को उठाकर धन्यवाद करें. ഹല്ലേലൂയ. हालेलुया. ഈ പ്രഭാത സമയത്ത് അല്പനേര ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം. आज सुबह के हालेलुया वचन मनन के लिए एक वचन हम पढ़ेंगे. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ ഫസ്റ്റ് 5 വേഴ്സസ്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 1 വാക്യം തൊട്ട് 5-ാം വാക്യം വരെ. पहले राजाओं का पुस्तक 17वां अध्याय उसके पहले पद से लेकर 5वें पद तक हम देखेंगे.
somebody can help me in Malayalam. Yes, कोई एक जन मलयालम में पढ़ सकते हैं. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കാം. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ പാർത്തു. നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരു ഭാഗമാണ് ഏലിയ, കെരീത്ത്, എങ്ങനെ ദൈവം അവനെ കൊണ്ടുവന്നു, എവിടുന്ന് കൊണ്ടുവന്നു, ഏത് ഉദ്ദേശത്തിന് കൊണ്ടുവന്നു, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് നമ്മൾ അനേക പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. और हालेलुया, हम इस वचन से काफी अच्छा ज्यादा परिचित है. हम जानते हैं एलिया कौन है, करीत का नाला क्या है, कहां से क्या वो आया, कहां की ओर जाया गया है और किस उद्देश्य के साथ परमेश्वर लाया, ये सब बातें हम अच्छे से जानते हैं. പ്രസംഗത്തിൽ ഏറ്റവും അധികമായി ഉപയോഗിച്ചിരിക്കുന്ന, എനിക്ക് തോന്നുന്നു മലയാളി സമാജത്തിൽ ഏറ്റവും അധികമായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വിഷയങ്ങളാണ് ഏലിയാവും കെരീത്തും. ഇതൊക്കെ അനേക വിഷയങ്ങളുണ്ട്. और हालेलुया, मैं जानता हूं हालेलुया, मसीह समूह में अधिकतर प्रचारों में एलिया और करीत का नाला काफी महत्वपूर्ण विषय रहा है. हर एक जन उसमें से अधिकतर प्रचार करते हैं. But the Bible is the same and the message will be same. हालेलुया, परमेश्वर का वचन, परमेश्वर का कलाम वही है. परमेश्वर के वचन में भी कोई बदलाव नहीं है. ഈ രാവിലെ സമയത്ത് ദൈവം തരുന്ന ആലോചന നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ ഈ 5-ാം ദിവസത്തിന്റെ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വിടുതൽ അത് ദൈവം നിശ്ചയമായി നിങ്ങളുടെ കയ്യിലോട്ട് തരും. मगर हालेलुया, यदि इस 5वें दिन उपवास और प्रार्थना के 5वें दिन सुबह के सत्र में अगर आप प्रार्थना के साथ बने रहेंगे तो वो जो छुटकारा प्रभु ने आपके लिए रखा है इन वचनों के द्वारा परमेश्वर आपको देगा. ഈ സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ച് ഞാൻ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത ഒരു വിഷയമാണ് അത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു. और पिछले दिनों में मैंने जो इस वचन से मनन किया और जो हालेलुया जो चिंताएं परमेश्वर ने दी है वो आज मैं आपके साथ बांटना चाहूंगा. ഞാനൊരു ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. നിമിത്തത്തിൽ അനേക പ്രാവശ്യങ്ങൾ ഞാൻ വചനത്തിന്റെ റിസർച്ച് വർക്ക് ചെയ്യുമ്പോൾ ദൈവം തന്നൊരു എൻ്റെ പ്രാർത്ഥന റൂമിൽ ദൈവം തന്നൊരു ആലോചനയാണ് നിങ്ങളുടെ മുമ്പിൽ ഇത് വെക്കാൻ ആഗ്രഹിക്കുന്നത്. और आप एक बाइबल टीचर हैं, बाइबल के अध्यापक हैं, साथ ही साथ बाइबल के हालेलुया अनेक रिसर्च करते हैं और इस प्रकार परमेश्वर अपने प्रार्थना के कमरे में जो मनन परमेश्वर ने दिया है, जो चिंताएं प्रभु ने दी है वो आज मैं आप लोगों के साथ रखना चाहूंगा. കഴിഞ്ഞ 9 മാസക്കാലമായി നമ്മളെല്ലാം നമ്മുടെ ഭവനങ്ങളിൽ ഇരിക്കുകയാണ്. पिछले 9 महीने से हम सब लोग अपने अपने घरों में बैठे हैं. it's an idea of confinement. നമ്മളെല്ലാം കൺഫൈൻഡ് ആയിരിക്കുകയാണ്. और हम सब लोग अपने अपने हालेलुया कामों में अपने अपने बातों में सीमित हो चुके हैं. it's a ദേശം പറയുന്നത് ലോക്ക്ഡൗൺ ആണ് और देश कहता है कि ये लॉकडाउन है. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമാണെങ്കിലും നമുക്കത് നിരാശയല്ല. കാരണം ഇതെല്ലാം ദൈവത്തിന്റെ പ്ലാനിങ്ങിലും ദൈവത്തിന്റെ ഉദ്ദേശത്തിലാണ് ദൈവം ഇതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. और ये सब कुछ हमारे लिए निराशा की बात नहीं मगर सब कुछ परमेश्वर अपनी योजना के मुताबिक कर रहे हैं. And I believe everyone has been blessed during these days. और मैं विश्वास करता हूं कि इन दिनों में सब लोग प्रभु में आशीषित हुए हैं. അധികമായി പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും ദൈവസന്നിധിയിൽ കൂടാൻ ദൈവം നമ്മളെ ഇത്രത്തോളം ബലപ്പെടുത്തുന്നു. और अधिक अधिक प्रार्थना करने के लिए परमेश्वर की उपस्थिति में बहुत अधिक से बने रहने के लिए अब तक प्रभु ने सहायता किया है. കഴിഞ്ഞ വർഷം വരെ ഒക്കെ ആൾക്കാർ മീറ്റിംഗിൽ ലേറ്റ് എത്തും, സമയത്തെത്തത്തില്ലായിരുന്നു. ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ എങ്ങനെയും ഒന്ന് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ചിന്തിക്കുന്നത്. और पिछले साल तक ऐसा हुआ करता था कि जब कलीसियाएं खुली होती थी लोग देरी से कलीसिया में पहुंचने की कोशिश करते थे या फिर अगर मीटिंग हम अवॉइड कर सकते हैं तो हालेलुया वो भी करने के लिए हम तत्पर रहते थे. ഇപ്പം വണ്ടിയും പിടിക്കണ്ട, പൈസയും ചെലവാക്കണ്ട, പോകണ്ട, വീട്ടിലിരുന്നാ മതി. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് സംസാരിച്ചു പറഞ്ഞു, ഒരു വിശ്വാസി ഇപ്പൊ രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉച്ച അടുത്ത മീറ്റിംഗ് കയറുക, അത് കഴിഞ്ഞ് വൈകിട്ടത്തെ മീറ്റിംഗ്. it's all 24/7. they are always busy. हालेलुया, अभी कोई गाड़ी पकड़ने की जरूरत नहीं है, कहीं पैसा खर्च करने की जरूरत नहीं है, कहीं जाने की जरूरत नहीं है. मैं पिछले दिन इस प्रकार कह रहा था, आज सुबह विश्वासी सुबह उठते ही पहला एक सभा होती है, दोपहर में फिर अगली सभा के लिए बैठ जाता है, शाम होते ही फिर अगली सभा के लिए 24 घंटे वो व्यस्त हो चुके हैं. that's a wonderful time. It's a wonderful. അത് നല്ല കാര്യം. ദൈവം നമുക്ക് വേണ്ടി വെച്ച് ഈ നല്ല സമയത്തിനായി ആ കരങ്ങൾ ഉയർത്തിയത് ദൈവത്തെ സ്തുതിക്കാവോ. यस, ये बहुत ही अच्छी बात है प्रियो. परमेश्वर ने जो समय सुंदर अवसर प्रभु ने दिया है, अपने हाथों को उठाकर प्रभु को धन्यवाद कर सकते हैं.
ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി വെച്ച ഒരു സമയമായിരുന്നു ഈ ഒരു 9-10 മാസം. और परमेश्वर के द्वारा हमें दिया गया समय है प्रियो, ये 9 और 10 महीने जो बीते हैं. ഞാൻ ഈ പ്രഭാത സമയത്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു വിഷയം, और आज सुबह के समय जो विषय आपके सामने मैं लाना चाहता हूं, കാക്കയാൽ ആഹാരം കഴിപ്പിച്ചതോ ഏലിയ എവിടുന്ന് വന്നോ അതൊന്നുമല്ല ഞാൻ ഈ പ്രഭാതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. और कौवे के द्वारा जो भोजन एलिया को परमेश्वर ने खिलाया या एलिया के बारे में अधिक ऐसी बातों को नहीं जो मैं बताना चाहूंगा. ദൈവാത്മാവ് എനിക്ക് തന്ന ഒരു വിഷയം, ബൈബിളിൽ ഒരു ലോക്ക്ഡൌൺ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. और परमेश्वर की आत्मा ने जो विषय मुझे दिया है वो है बाइबल में एक लॉकडाउन का अनुभव था. ആ ലോക്ക്ഡൌൺ പറയുമ്പോൾ ദേശത്ത് ലോക്ക്ഡൌൺ ആയിരുന്നോ ഇല്ലയോ അതല്ല നമ്മുടെ വിഷയം. ലോക്ക്ഡൌൺ ദൈവദാസന് ദൈവം ഒരു ലോക്ക്ഡൌൺ കൊടുത്തു. देखो, उस देश में लॉकडाउन था या नहीं वो हमारा विषय नहीं है, मगर परमेश्वर ने अपने दास के जीवन में एक लॉकडाउन दिया. And that lockdown created a great impact in his life. और उस लॉकडाउन ने उसके जीवन को काफी प्रभावित किया है. അതാണ് ഈ രാവിലെ സമയത്ത് ദൈവം തന്ന ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. और आज सुबह के वक्त वही एक चिंता है, विचार है जो आपके साथ मैं आज बांटना चाहूंगा. എന്റെ വിഷയമാണ് the place called Kerith. और आज मेरा विषय है वो जगह जिसका नाम था करीत. നമുക്കെല്ലാം നന്നായിട്ട് അറിയുന്ന സ്ഥലമാണ് കെരീത്ത്. और हम सब अच्छे से इस जगह को जानते हैं, इस करीत नाम के जगह को. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് അല്പനേരം നിങ്ങൾ എന്റെ കൂടെ ഒന്ന് ആ കെരീത്ത് പറഞ്ഞ സ്ഥലത്തിലോട്ട് എന്റെ കൂടെ ഒന്ന് ജേർണി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. और क्या उस करीत नाम के उस जगह में कुछ समय के लिए आप लोग मेरे साथ आना चाहते हैं? എന്തായാലും സൂമിൽ ഇരിക്കുന്ന ഫ്രീലാണ്, അപ്പം കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. യു ക്യാൻ ഓൾ എൻജോയ് ദിസ് മോർണിംഗ്. देखो, आप जूम में बैठे हैं, हालेलुया, इसलिए कोई तकलीफ नहीं है, कोई दिक्कत नहीं है, बहुत ही आजादी के साथ आप हमारे साथ यात्रा कर सकते हैं. ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഇവിടെ ഒക്കെ ഇരിക്കുന്നുണ്ട്, ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ശുശ്രൂഷമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ മുമ്പ് നിൽക്കുമ്പോൾ അതുപോലെ എനിക്ക് പ്രിപ്പയർ ആയിരിക്കണം. നിങ്ങൾ പ്രാർത്ഥനയോടിരിക്കണം. എന്നെ അറിയുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങളെല്ലാം ശ്രദ്ധയോടെ ഇരിക്കുവാണ്. ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. आमेन, हालेलुया. मेरे पढ़ाए हुए अनेक विद्यार्थी लोग यहाँ पर इस सभा में जुड़े हुए हैं, अनेक प्रभु के दास लोग यहाँ पर जुड़े हैं, अनेक लोग इस सभा में हैं जिनको मैं जानता हूं, इसलिए बड़े प्रार्थना के साथ आप लोग बने रहे. हालेलुया. मैं भी बड़े तैयारी के साथ प्रभु की सेवा करूंगा. ഈ കെരീത്ത് പറയുന്ന സ്ഥലം ഒരു വലിയ സ്ഥലമൊന്നുമല്ല. ये करीत नाम का ये जगह बहुत बड़ी जगह नहीं है. ഇറ്റ്സ് an outside of Israel. और इसराइल का वो बाहरी इलाका है. ആമേൻ, ഹല്ലേലൂയ. നമ്മളത് പഠിക്കുവാണെങ്കിൽ ഒരു നല്ലൊരു ഡിസ്റ്റൻസിലാണ് ഈ ഏരിയ കാണുന്നത്. और जब हम उस जगह के बारे में सीखते हैं तो काफी दूरी पर इस जगह को देख सकते हैं. ആമേൻ, യോർദാനിൽ നിന്ന് കവിഞ്ഞ് വെള്ളം കേറി വരുമ്പോൾ, और यर्दन से जब पानी बहकर आता है, when it goes outside of Israel, പുറത്തോട്ട് പോകുമ്പോൾ, इसराइल के बाहर की तरफ जब वो पानी जब जाता है, ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഇത് ആമേൻ കൊച്ചു ബ്രൂക്സ് ഉണ്ട്, കൊച്ചു ആമേൻ തോടുകളുണ്ട്. അവിടെ ഇങ്ങനെ ഇത് മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് കെരീത്ത്. और छोटे छोटे हालेलुया झील वहां पर आ जाते हैं. वो जहां पर इन झीलों का संगमन होता है, उस जगह को हम करीत कहते हैं. ആമേൻ, നാല് ചുറ്റ് കല്ലുകളും പർവ്വതങ്ങളും, ആമേൻ, അങ്ങനത്തെ ഒരു കേവ് സിറ്റുവേഷൻസ് ആണ്. और चारों तरफ पथरीला हालेलुया इलाका है और गुफाओं को हम उस तरफ देख सकते हैं. അപ്പൊ ഒരു വ്യക്തി അവിടെ പോയി ഒളിച്ചിരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. तो वहां पर जाकर किसी को छुप कर बैठना उसमें कोई बड़ी बात नहीं, आराम से वो छुप कर बैठ सकता है. അവൻ ദൈവം തന്റെ അഭിഷക്തനായ ദാസനെ ദൈവം കൊണ്ടുവന്നപ്പോൾ, और परमेश्वर ने अपने अभिषिक्त दास को जब प्रभु वहां पर लेकर आए, നമുക്ക് ആ വ്യക്തി എവിടുന്ന് വന്നു നമുക്കറിയാം, എങ്ങനെ വന്നു, ഏത് ഉദ്ദേശത്തിന് വന്നു ഒന്നും നമുക്കറിയത്തില്ല. ബിക്കോസ് ബിഫോർ ദാറ്റ് നമ്മൾ വായിക്കുവാണെങ്കിൽ ഏലിയാവിന്റെ ചരിത്രം അവിടെ കാണാനില്ല. और एलिया कहां से आया, कब आया, किस मकसद से आया, उन बातों को हालेलुया अधिकतर हम नहीं जानते, क्योंकि एलिया के इतिहास के बारे में वहां पर कुछ नहीं कहा है. നമുക്കൊരു കാര്യം ഞാൻ ആ വ്യക്തിയെ മനസ്സിലാക്കി, അവനൊരു തിഷ്ബിയാണ്. मगर उस व्यक्ति के बारे में एक बात जो मुझे समझ आई है, वो तिशबी का रहने वाला था. തിഷ്ബി പറയുമ്പോൾ, तिशबी के बारे में जब हम कहते हैं, യോർദാൻ നദീർ അല്ലെങ്കിൽ യോർദാന്റെ ഓൺ ദി ഈസ്റ്റേൺ സൈഡ്, യോർദാന്റെ ഈസ്റ്റേൺ സൈഡിലാണ് ഈ പ്രദേശമായിരിക്കുന്നത്. और तिशबी जो देश है वो हालेलुया यर्दन नदी के हालेलुया पूर्वी भाग में है.
ഇതൊന്നും ഞാൻ നിങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കും. അതിനാണ് ഞാൻ ഈ ഹിസ്റ്റോറിസിറ്റി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. और ये सारी बातें हालेलुया ये मेरा विषय नहीं है, मगर आपको अच्छे से समझ आने के लिए इन इतिहासों को मैं थोड़ा बहुत आपको बता रहा हूं. അപ്പൊ ആ വ്യക്തിക്ക് നന്നായിട്ട് ആ സ്ഥലം അറിയാം. और ये व्यक्ति इस जगह के बारे में अच्छे से परिचित है. രണ്ടാമത്തെ കാര്യം, ഏലിയ ഒരു ആത്മീയ തീഷ്ണത വെക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. और दूसरी बात यह है कि एलिया आत्मिक हालेलुया एक तेज उनके अंदर था. ഞാൻ ഹിന്ദിയിൽ പറയുന്ന ഒരു ആത്മിക് ഉഗ്രവാദി. यस, आत्मिक उग्रवादी कह सकते हैं हम. ദൈവത്തിന് വേണ്ടി ഒരു തീഷ്ണത വെക്കുന്ന ഒരു മനുഷ്യൻ. और परमेश्वर के लिए वो काफी हालेलुया उस तेज के साथ रहने वाला एक व्यक्ति था. He was not only passionate but he was zealous for God. और केवल उसके अंदर वो इच्छा ही नहीं थी, मगर परमेश्वर के लिए एक जलन वो अपने हृदय में रखता था. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ദൈവം പുറത്തു കൊണ്ടുവന്നത്. देखो, ऐसे एक व्यक्ति को परमेश्वर बाहर निकाल कर लाया है. he was not a priest. वो एक पुरोहित नहीं थे. He was not a prophet. वो एक भविष्यवक्ता नहीं थे. ആ കാലത്ത് അവനൊരു പ്രവാചകനായിട്ടല്ലായിരുന്നു. और उस समय में उन दिनों में वो एक भविष्यवक्ता के जो समान नहीं थे. ദൈവം തന്റെ ദൂത് അവന് കൊടുത്തു. परमेश्वर ने अपनी वाणियां उसको जरूर दी है. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാത സമയത്ത് ദൈവം തരുന്ന ദൂത് ഞാൻ നിങ്ങളുടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു. അനേകർ ഈ ലോക്ക്ഡൌണിൽ ഒളിച്ചിരിക്കുന്ന അനേകരെ, ഈ ദിവസങ്ങൾ ഉപവാസത്തിൽ ഇരിക്കുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തി ഇന്ന് ഈ പ്രഭാത സമയത്ത് ഏറ്റെടുക്കാം. നിങ്ങളെ ദൈവം പുറത്തിറക്കി അനേക അത്ഭുതങ്ങൾ ചെയ്യാൻ വിതിൻ എ ലിമിറ്റ് ടൈം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. हालेलुया. अगर हालेलुया इस प्रकार है तो आज सुबह के समय इस उपवास प्रार्थना में मैं परमेश्वर की ओर से एक वाणी आपको बताना चाहता हूं कि अनेक लोग जो लॉकडाउन के अनुभव में बैठे हुए हैं, मगर परमेश्वर अपने उद्देश्य को पूरा करने के लिए, अपनी सेवकाइयों को पूरा करने के लिए बाहर निकालने पर है. ഒരു ദൈവദാസന്റെ കുടുംബത്തിൽ ജനിച്ച വ്യക്തി അല്ലായിരിക്കും. हो सकता है कि आपका जन्म किसी हालेलुया परमेश्वर के दास के परिवार में नहीं हुआ हो, നിങ്ങൾക്കൊരു മിനിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് കാണത്തില്ലായിരിക്കും, या फिर आपको सेवकाई का कोई अनुभव आपके जीवन में नहीं होगा. സാധാരണ വിശ്വാസിയായിരിക്കും. आप एक साधारण विश्वासी होंगे. come on, ഈ രാവിലെ സമയം ദൈവത്തെ അല്പനേരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. Yes, hallelujah. सब लोग कुछ देर परमेश्वर की स्तुति करें. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും, ഏത് ദേശത്താണെങ്കിലും, ഏത് സഭയുടെ അംഗമാണെങ്കിലും, ഈ രാവിലെ സമയത്ത് എത്ര പേര് ദൂരെ നിന്ന് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു. God has a definite plan through my life. हालेलुया. आप कोई भी कलीसिया में क्यों ना हो, कोई भी जगह में क्यों ना हो, किसी भी हालेलुया अनुभव में अवस्था में क्यों ना हो, मगर आज सुबह के समय एक वाणी में आपसे कहना चाहता हूं हालेलुया कि परमेश्वर के लिए, परमेश्वर का आपके लिए एक हालेलुया प्रत्येक उद्देश्य है. നിങ്ങൾ ഈ പാദം വായിച്ച ഈ 5 വാക്യത്തിൽ ഒരു കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ദൈവം ഏലിയാവിനോട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിച്ച കാര്യം ഡെഫിനറ്റ്ലി ദൈവം ഏലിയാവിനോട് പറഞ്ഞു. हालेलुया. इन 5 पदों में जब हम देखते हैं, वहां पर वचन में हम साफ साफ देख सकते हैं कि परमेश्वर जो एलिया के द्वारा करना चाहता था, उस विषय को बहुत ही साफ साफ एलिया को वो बताते हैं. ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ദൈവം കൊടുക്കാനുള്ള ആലോചന അവന്റെ വായിന്ന് ദൈവം കൊടുപ്പിച്ചു. और आहाब राजा के राजमहल में जाकर हालेलुया जो वाणी परमेश्वर को बतानी थी, एलिया के द्वारा परमेश्वर ने वो बता दिया. ഈ രാവിലെ സമയത്ത് എത്ര പേർ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി ദൈവം എന്നെ പുറത്തിറക്കുവാണെങ്കിൽ I have a message from the Lord and God will grant it into my heart. हालेलुया. आज कितने लोग विश्वास करते हैं कि आज के दिन परमेश्वर हालेलुया यदि मुझे भेजेगा तो परमेश्वर की ओर से वो वाणी देगा, और मैं हालेलुया उस वाणी को परमेश्वर ने मुझे दे दिया है. എത്ര പേർ വിശ്വസിക്കുന്നു, എത്ര പേർ ഏറ്റെടുക്കുന്നു, ദൈവം എന്നെ പുറത്തിറക്കും. പുറത്തിറക്കുവാണെങ്കിൽ ഞാൻ സാധാരണമായി അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കാനല്ല, ദൈവത്തിന്റെ വാക്ക് തന്നെ where has to be received and where it has to reach, എവിടുന്ന് അത് പ്രാപിക്കണം, എവിടെ അത് എത്തണം, അത് ദൈവത്തിന്റെ വായിൽ തരും. हालेलुया. आज के दिन लोग विश्वास करते हैं कि परमेश्वर यदि मुझे हालेलुया बाहर निकालेगा तो एक हालेलुया मकसद के साथ और एक संदेश के साथ, कहां से उस संदेश को पाना है, कहां उसको पहुंचाना है, बड़ी क्लैरिटी के साथ परमेश्वर मुझे निकालने जा रहा है. ഞാൻ പറയട്ടെ, 2021 ഇനി വരുന്ന വർഷങ്ങൾ, 2021 തന്നെയല്ല, ഇനി വരുന്ന വർഷങ്ങൾ നമ്മുടെ ശുശ്രൂഷയിൽ ഒരു ടേൺ ഓവർ, ഒരു ഷിഫ്റ്റ്, ഒരു പാരഡൈം ഷിഫ്റ്റ് നടക്കാൻ പോകുവാണ്. हालेलुया. आने वाले सालों में, केवल 2021 नहीं मगर आने वाले आगे हर एक सालों में हमारे जीवन में, हमारे सेवकाइयों में एक बहुत बड़ा शिफ्ट होने जा रहा है. हालेलुया. ഞാൻ പറയുന്നതിന്റെ അർത്ഥം हालेलुया ശുശ്രൂഷകൾ മാറാൻ പോകുവല്ല, ശുശ്രൂഷയുടെ മെത്തേഡ്സ് മാറാൻ പോകുവാണ്.
हालेलुया, केवल सेवकाई में बदलाव नहीं मगर सेवकाई के तरीकों में वो बदलाव आने जा रहा है। നമ്മുടെ അസിസ്റ്റങ്ങൾ ദൈവം പൊളിച്ചു മാറ്റാൻ പോകുവാണ്. हमारे पुराने सिस्टम्स को परमेश्वर बदलने जा रहा है। വിശ്വസിക്കുന്ന ആദ്യകാലത്ത് ശുശ്രൂഷയിൽ ദൈവദാസന്മാരോട് കൂടുതൽ ദൈവ വിശ്വാസികളെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. हालेलुया, प्रथम युग में हालेलुया परमेश्वर के दासों से बढ़कर विश्वासियों को भी परमेश्वर ने इस्तेमाल किया है। എത്ര പേർ തന്റെ ചെസ്റ്റിലോട്ട് കൈവച്ച് പറയും, ദൈവമേ ഈ കാലഘട്ടത്തിൽ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. यस, कितने लोग अपने छाती पर हाथ रख के बोल सकते हैं कि है परमेश्वर इस युग में इस समय में मेरे को इस्तेमाल करे। നിങ്ങൾ എത്ര ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു? कितने लोग उन वचनों को स्वीकार करके प्रार्थना करना चाहते हैं? എന്റെ നിമിത്തം രാജ്യം എക്സ്റ്റാബ്ലിഷ് ആകട്ടെ, രാജ്യം എക്സ്പാൻഡ് ആകട്ടെ. यस, मेरे द्वारा दुनिया स्थापित हो हालेलुया, और उसमें परमेश्वर के राज्य में की बढ़ोतरी हो। എത്ര പേർ രാവിലെ സമയത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു? कितने लोग आज सुबह समय प्रार्थना करना चाहते हैं? ഞാനൊരു മ്യൂസിഷ്യനാ, അല്ലെങ്കിൽ ഞാനൊരു പ്രാർത്ഥന വീരനാ, അല്ലെങ്കിൽ ഞാനൊരു പ്രൊഫഷണൽ ലൈഫിലാ, നിങ്ങൾ ഏതായിക്കോട്ടെ, റിസീവ് ഇറ്റ്. ഈ പ്രഭാത സമയത്ത് റിസീവ് ചെയ്ത് ദൈവം എന്നെ പുറത്തിറക്കും. ഞാൻ പുറത്തിറങ്ങി വരുമ്പോൾ അനേക കൊട്ടാരങ്ങൾ, റിസീവ് ഇറ്റ്. ഒരു കൊട്ടാരങ്ങളിൽ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കാനുള്ള കൃപയും അഭിഷേകം ദൈവം എന്റെ മേളിൽ ചൊരിയാൻ പോകുവാണ്. यस हालेलुया, आज हो सकता है कि हम आराधना में अगुवाई देने वाले होंगे या सुसमाचारक होंगे या फिर अनेक अलग अलग कामों में हम काम करने वाले होंगे, मगर आज सुबह के समय आप विश्वास करें कि परमेश्वर मुझे बाहर निकालेगा। परमेश्वर अपने अभिषेक के साथ हालेलुया राजाओं के सामने भी परमेश्वर हमें खड़ा करने जा रहा है। പ്രൈസ് ദി ലോർഡ്. ഞങ്ങളൊക്കെ ദൈവവേല ചെയ്യുമ്പോൾ വചനങ്ങൾ പഠിച്ചു, വർഷങ്ങൾ സെമിനാറിൽ നിന്ന് വചനങ്ങൾ പഠിച്ചു. ഞങ്ങളെ ദൈവം ആ ഒരു ലെവലിൽ കൊണ്ടുവന്നു. ഇനി വരുന്ന തലമുറകൾ, ഇനി വരുന്ന കാലഘട്ടത്തിൽ ഞാൻ അങ്ങനെയല്ല പറഞ്ഞ, നെഗറ്റീവ് അല്ല പറഞ്ഞത്, അതിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പ്രത്യേകത, കോളിംഗ്, പ്രത്യേകത റെവലേഷനോട് അനേകരെ ദൈവം പുറത്തിറക്കാൻ പോകുവാണ്. यस हालेलुया, जिस प्रकार हालेलुया हम इन दिनों में जो सेवकाई में है, अनेक बाइबल सेमिनारियों में बाइबल का अध्ययन करके सीख के प्रभु की सेवा कर रहे हैं, मगर मैं विश्वास करता हूं आने वाले दिनों में, आने वाले समयों में परमेश्वर अपने दर्शन के साथ लोगों को प्रभु की सेवकाई में लाने जा रहा है। വിശ്വസിക്കുന്നത് ഇങ്ങനെ തന്നെ നടക്കാൻ പോകുവാണ്. यस, कितने लोग विश्वास करते हैं कि ऐसा ही होगा? Praise the Lord. ഞാൻ ഈ രാവിലെ സമയം നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് കെരീത്ത്. और आज सुबह के वक्त मैं करीत नाम की उस जगह में आपको लेकर आना चाहता हूं। എന്താണ് കെരീത്ത് കാണിക്കുന്നത്? ये करीत किस बात को दर्शाती है? എന്താണ് കെരീത്തിന്റെ ഉദ്ദേശം? इस करीत का मकसद क्या है? കെരീത്ത് ഏലിയാവിന് വേണ്ടി ഒരു ലോക്ക്ഡൌൺ പീരീഡ് ആയിരുന്നു. करीत जो है एलिया के लिए एक लॉकडाउन समय था। ഒരു ദൈവദാസന് വേണ്ടി, ഒരു ദൈവ പൈതൽ വേണ്ടിയുള്ള സ്ഥലമാണ് കെരീത്ത്. और एक परमेश्वर के दास के लिए या फिर एक परमेश्वर के भक्त के लिए जो जगह तैयार की है वो है करीत। നമുക്കറിയാം ഏലിയാവിന് ദൈവം ഒരു മെസ്സേജ് കൊടുത്തു. ആഹാബിന്റെ കൊട്ടാരത്തിൽ പോയി പറയാൻ ഒരു കാര്യം പറഞ്ഞാൽ മതി. എന്താണറിയോ? ഞാൻ പറയാതെ എന്റെ നാവ് തുറക്കാതെ നിന്റെ ദേശത്തിൽ നീ എത്ര പ്രയത്നം ചെയ്താൽ, നീ എത്ര കൈയും കാലും അടിച്ചാലും, ഞാൻ പറയാതെ എന്റെ ദൈവം സ്വർഗത്തിൽ അയക്കാതെ, your city, your country, your kingdom will never be blessed. हालेलुया, इस प्रकार हालेलुया परमेश्वर एलिया से कहते हैं कि तू आहाब के राजमहल में जाकर एक संदेश उसको बोल। केवल इतना बोलना है कि अब मेरे कहे बिना तेरे देश में, तेरे राज्य में तू कितनी भी कोशिश कर ले, कितना भी मेहनत कर ले, मगर तेरे देश में कोई आशीष तू नहीं पा पाएगा। ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ദൈവം തന്റെ ദാസനോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കണ്ട, ഈ ദേശത്ത് നീ നിൽക്കണ്ട. ഞാൻ നിനക്ക് വേണ്ടി VIP ക്വാർട്ടേഴ്സ് ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കുവാണ്. നീ ചിന്തിക്കാത്തതിന്റെ അപ്പുറമായി ഞാൻ നിന്റെ കൂടെ Z zone सिक्योरिटी निकाल പോകുവാണ്. हालेलुया, परमेश्वर ने हालेलुया एलिया से फिर कहा कि तूने ये भविष्यवाणी अब बोल दी है, अब तू यहां पर खड़ा मत हो, मगर एक देश, एक जगह मैंने तेरे लिए तैयार की है। VIP हालेलुया उस सुविधा के साथ, अच्छी सिक्योरिटी के साथ मैं तेरी सुरक्षा करने जा रहा हूं उस देश की, और उस जगह को निकल जा। देखो पूरे देश में अकाल आ गई। ദൈവം പറഞ്ഞു, നീ ആ ദേശത്തിൽ നിൽക്കേണ്ട, അതിന്റെ പുറത്തോട്ട് ഇറങ്ങിക്കോ, ഞാൻ നിനക്ക് വേണ്ടി സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. आमेन हालेलुया, परमेश्वर ने एलिया से कहा अब तू वहां पर खड़ा मत रहे, तू वहां से बाहर निकल जा, मैंने तेरे लिए जगह तैयार कर ली है। എത്ര പേര് ഈ ദൂതൊന്ന് ഏറ്റെടുക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഞാൻ കൈവെക്കാൻ ഒക്കുന്നില്ല, നിങ്ങളുടെ അടുത്ത് വരാൻ ഒക്കുന്നില്ലെങ്കിൽ മേ ബി ഐ ആം നോട്ട് യൂസിങ് യുവർ നെയിം ബട്ട് റിസീവ് ഇറ്റ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ആലോചന വചനത്തിൽ നിങ്ങളൊന്ന് റിസീവ് ചെയ്യാൻ തുടങ്ങിക്കോ. यस हालेलुया, मैं हालेलुया कितने लोग इन वचनों को स्वीकार करेंगे? बेशक मैं आपके पास नहीं आ सकता हूंगा, हालेलुया किसी का नाम नहीं ले रहा हूंगा, मगर वचन के उस भविष्यवाणियों को आप अपने जीवन में स्वीकार करें। അപ്പം കെരീത്തിൽ കൊണ്ട് ദൈവം ഏലിയാവിനെ ഇരുത്തി. देखो करीत में लाकर परमेश्वर ने एलिया को बैठा दिया। കെരീത്ത് ആ വാക്കിന്റെ അർത്ഥം പഠിക്കുവാണെങ്കിൽ ആ വാക്കിന്റെ അർത്ഥമാണ്
to be separated from the general community. हालेलुया। करीत जो शब्द है उसका अर्थ है कि आम समुदाय में से अलग होना, Simple, separation. अलगदाई। Oh, kerit nartham separated. हालेलुया। करीत जो शब्द है उसका अर्थ है अलग हुआ व्यक्ति। ആമേൻ. ഞാൻ പറയട്ടെ, ഈ ലോക്ക്ഡൌൺ നമ്മളെ സെപ്പറേറ്റ് ആക്കിയിരിക്കുവാണ് ദൈവസന്നിധി ഇരിക്കാനും പ്രാർത്ഥിക്കാനും ദൈവവചനത്തെ ആമേൻ ഉള്ളിലോട്ടൊന്ന് ആമേൻ 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 കൊണ്ടുപോകാൻ വേണ്ടിയാണ്. देखो, ये लॉकडाउन जो परमेश्वर ने हमें दिया है, परमेश्वर के लिए कुछ समय अलग बैठने के लिए, अलग होने के लिए, परमेश्वर से कुछ पाने के लिए प्रभु ने हमें ये समय दिया है। ഹല്ലേലൂയ. ഞാനതാ പറഞ്ഞ ഈ മെസ്സേജ് നിങ്ങൾ അങ്ങനെ തന്നെ ഒന്നും ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുപോകണം. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള മെസ്സേജ് ആണ് രാവിലെ സമയത്ത്. हालेलुया। इसलिए मैंने पहले ही आपसे कहा कि इस संदेश को उस प्रकार से आप अपने जीवन में स्वीकार करें, क्योंकि ये संदेश आज आपके लिए है। ഒരു മനുഷ്യർ അവിടെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരത്തില്ല. देखो, यहाँ पर आपको कोई तंग करने के लिए नहीं आएगा, കാരണം ദൈവം ഇരുത്തിരിക്കുന്ന സ്ഥലത്ത് വേറെ ആരും ദൈവം അവിടെ കയറ്റിവിടത്തില്ല. क्योंकि परमेश्वर ने जहां पर आपको बैठाया है वहां पर प्रभु और किसी को नहीं भेजेगा। ദൈവം പറഞ്ഞു, നീ അവിടെ ഇരുന്നാ മതി, ഇരുന്ന് എന്നെ ഒന്ന് ധ്യാനിച്ചാ മതി. നിനക്ക് വേണ്ടിയുള്ള വെള്ളവും നിനക്ക് വേണ്ടിയുള്ള ആഹാരം, come on, receive it. നിനക്ക് വേണ്ടിയുള്ള സകല അനുകൂലങ്ങൾ, നീ കരയുന്ന വിഷയത്തിൽ, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, നിനക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഞാൻ നിനക്ക് വേണ്ടി എത്തിക്കും. हालेलुया। परमेश्वर ने एलिया से कहा, ये तेरे लिए तैयार की हुई जगह है, इसलिए तू यहां पर बना रहे। हालेलुया। और कोई हालेलुया परेशान होने की जरूरत नहीं है। तेरे जीवन में पानी के लिए पानी, खाने के लिए भोजन, जो कुछ तेरे जीवन की जरूरत है सब कुछ मैं तेरे जीवन में प्रबंध करूंगा। ഹല്ലേലൂയ. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരുണ്ട്, ദൈവദാസികളുണ്ട്, അഭിഷക്തന്മാരുണ്ട്. ഞാൻ ഈ രാവിലെ സമയത്ത് പറയട്ടെ, ഓ ദിസ് ലോക്ക്ഡൗൺ ഇസ് നോട്ട് ഫോർ മൈ ഡിസ്ട്രക്ഷൻ, ദിസ് ഇസ് ഫോർ മൈ അപ്ലിഫ്റ്റ്മെന്റ്. എന്റെ എക്സോൾഷൻ വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. हालेलुया। आज सुबह मुझे सुनने वाले परमेश्वर के दास दासियों से मैं इस प्रकार कहना चाहता हूं, ये लॉकडाउन जो है आपके जीवन में नाश विनाश के लिए नहीं, मगर आपके जीवन में हालेलुया बढ़ोतरी के लिए और आशीषों के लिए है। എത്ര പേർ രാവിലെ സമയത്ത് ഇത് റിസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? എത്ര പേർ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു? ഓ കരങ്ങൾ അടിച്ചത് ദൈവസന്നിധി ആഗ്രഹിച്ച് ആമേൻ. ദൈവമേ, എനിക്ക് വേണ്ടി എന്റെ ഉന്നതിക്ക് വേണ്ടി, എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, എന്റെ താഴ്ചയ്ക്ക് വേണ്ടിയല്ല, എന്റെ ദൈവം അധികമായി സ്നേഹിക്കുന്നു. ദിസ് ഇസ് എ പ്രൂഫ് ദാറ്റ് ഗോഡ് ഇസ് ലവിംഗ് മീ മോർ. हालेलुया। ये कितने लोग विश्वास कर सकते हैं? ताली बजाकर इन वचनों को आप अपने जीवन में स्वीकार करें। परमेश्वर को बोले कि हाँ प्रभु, मैं जानता हूं ये लॉकडाउन जो है मेरे जीवन में मेरी उन्नति के लिए, मेरी बढ़ोतरी के लिए, मेरी आशीष के लिए है, मेरे जीवन में नाश के लिए नहीं। हालेलुया। और ये साबित है कि परमेश्वर मुझसे प्रेम करता है। ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ 5 കാര്യങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. എന്റെ സമയത്ത് അകത്ത് തന്നെ ഞാൻ ഇത് വെക്കാൻ ആഗ്രഹിക്കുന്നു. ഐ മീൻ, വാട്ട് ഈസ് കെരീത്ത് ഫോർ മീ? കെരീത്ത് എനിക്ക് വേണ്ടി എന്താണ്? हालेलुया। 5 बातों को मैं आपके सामने हालेलुया जितना समय दिया गया उस समय के अंदर लेकर आना चाहूंगा। हालेलुया। मैं बताना चाहूंगा कि करीत मेरे लिए क्या है। ആമേൻ. സാധാരണമായ ഒരു മെസ്സേജ് ആയിരിക്കും, ഇതിന്റെ ആമേൻ ആമേൻ ആ അർത്ഥം നിങ്ങളുടെ ഹൃദയത്തിൽ അത് ആമേൻ വരണം. അതാണ് എന്റെ ആഗ്രഹം. हालेलुया। एक साधारण सा संदेश होगा, मगर मैं चाहता हूं कि इस संदेश का हालेलुया मकसद जो है आपके हृदयों में आ जाए और वो बैठ जाए। പലപ്പോഴും നമ്മുടെ സന്ദേശങ്ങളൊക്കെ ആമേൻ ഒത്തിരി കോംപ്ലിക്കേറ്റ് ആകുമ്പോൾ അനേകർ അത് കേൾക്കാമേൻ, പുതിയ ആൾക്കാർ അത് കേൾക്കാതെ പോകും. അതിന്റെ നിമിത്തത്തിലാണ് ഞാൻ ഈ മെസ്സേജ് സാധാരണമായ ഒരു സാധാരണ മെസ്സേജ് എടുത്തത്. നിങ്ങളുടെ ഹൃദയങ്ങൾ അത് വശിക്കണം. അതാണ് എന്റെ ഉള്ളത്തിന്റെ ആഗ്രഹം. आमीन। हालेलुया। बहुत बार हम देखते हैं संदेश तो हम सुनते हैं, मगर बहुत कठिन होने की वजह से लोगों को समझ नहीं आती, उनके हृदय में बैठ नहीं पाता। मगर मैं चाहता हूं ये संदेश बहुत ही सरल रूप से आप तक पहुंचाऊं, ताकि आपके मनों में वो वचन बना रहे। പ്രൈസ് ദി ലോർഡ്. എന്താണ് കെരീത്ത് എനിക്ക് വേണ്ടി? करीत मेरे लिए क्या है प्रियो? ആമേൻ. ഏലിയായ്ക്ക് വേണ്ടി കെരീത്ത് എന്താണ് ചെയ്തത്? और एलिया के लिए करीत ने क्या क्या किया है? ആമേൻ. നമ്മുടെ പോലെ പോയി ഒരു സോഫയിലൊക്കെ ഇട്ട് നന്നായിട്ട് AC ഒക്കെ ഓൺ ചെയ്ത് ആമേൻ on a comfort zone അവിടെ ഇരിക്കാനല്ല ഏലിയാവ് അവിടെ പോയത്. और हमारे जैसे जिस प्रकार हम सोफा में बैठे हैं, बड़े आराम से वहां जाकर बैठकर AC ऑन कर हालेलुया मजे के जीवन जीने के लिए नहीं, जो एलिया वहां गया था। ഞാൻ ഈ 17-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് ചില ദൂതുകൾ കൈമാറാൻ പോകുവാണ്. और इस 17वें अध्याय में से कुछ वाणियों को मैं आपको देना चाहूंगा। ആമേൻ. നിങ്ങൾ അത് റിസീവ് ചെയ്തുകൊണ്ടിരുന്നോണം. ആമേൻ. ഒരു വലിയ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുവാണ്. आप उसको स्वीकार करते रहे, आपके जीवन में बहुत बड़ा छुटकारा होने पर है। ആമേൻ. എന്താണ് കെരീത്ത്? ഒന്ന്, what is കെരീത്ത് for us? और करीत हमारे लिए क्या है प्रियो? കെരീത്ത് ആമേൻ. കെരീത്തിൽ ദൈവം ഏലിയാവിനെ ദൈവത്തിൽ അധികമായി ആമേൻ ആശ്രയിക്കാൻ പഠിപ്പിച്ചു.
यस हालेलुया। सबसे पहली बात है करीत ने या फिर करीत में हालेलुया एलिया परमेश्वर पर और अधिक निर्भर होने के लिए प्रभु ने उसको सिखाया। Kerith was a place where God trained Elia. God trained Elia, Elijah, to trust upon his master. हालेलुया। करीत के उस जगह में परमेश्वर ने एलिया का प्रशिक्षण दिया कि बहुत अधिक परमेश्वर पर ही वो निर्भर हो, भरोसा रखे। God trained him. प्रभु ने सिखाया। God trained him. यस परमेश्वर ने उसको सिखाया है। I mean, God is training every day. നമ്മുടെ ദൈവം എല്ലാ ദിവസവും ട്രെയിൻ ചെയ്യുവാണ്। परमेश्वर हर दिन हमें सिखा रहा है। നമ്മളൊക്കെ വിശ്വാസത്തിൽ വർഷങ്ങളായി और हमें विश्वास में आए हुए काफी समय हो गए। നമുക്ക് ട്രെയിനിങ് വേണോ? क्या हमें इसे सीखने की जरूरत है? एवरी डे എല്ലാ ദിവസവും ദൈവം നമ്മളെ ട്രെയിൻ ചെയ്യുവാണ്। हर दिन हालेलुया परमेश्वर हमें सिखा रहा है। प्रियो എന്നെ തെറ്റിദ്ധരിക്കല്ലേ, मुझे गलत ना समझे। നമ്മളൊക്കെ ഒരു ഡിസൈപ്പിൾസ് ആണെങ്കിൽ ട്രെയിനിങ് നമുക്കുണ്ട്। देखो अगर हम चेले हैं तो हमारे लिए हालेलुया सीखना भी बहुत अनिवार्य है। വിശ്വാസികളാണെങ്കിൽ ട്രെയിനിങ് ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും। अगर हम विश्वासी बने रहेंगे तो ट्रेनिंग जब हालेलुया आती है तो हमारे लिए थोड़ी दिक्कत हो सकती है। എത്ര പേർക്ക് ഇത് മനസ്സിലായി? ഹല്ലേലൂയ। Yes, कितने लोगों को നമ്മളെ ശിഷ്യന്മാരായിട്ടാണ് കണ്ടിട്ടിരിക്കുന്നത്। यस कितने लोगों को ये समझ आ रही है परमेश्वर हम एक चेले के समान देख रहे हैं। പിന്നെ നമ്മൾ വിശ്വാസികളായി। देखो फिर हम विश्वासी बन गए। ഇനി ദൈവം നമ്മളെ പിന്നെ ശിഷ്യന്മാരാക്കാൻ പോകുക। अब परमेश्वर हमें दोबारा चेला बनाना चाहते हैं। കാരണം എന്താറിയോ? ദൈവം നമ്മളൊന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുവാണ്। उसकी वजह क्या है प्रियो? क्योंकि परमेश्वर हमें कुछ नया सिखाना चाहता है। അധികാരങ്ങൾ പകരാൻ തുടങ്ങുവാണ്। परमेश्वर अपने अधिकारों को हमें ദൈവം എന്നെ ഒന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുവാണ്। परमेश्वर मुझे कुछ नया सिखाना चाहता है। ദൈവം എനിക്ക് ചിലത് പകരാൻ ആഗ്രഹിക്കുവാണ്। परमेश्वर मुझे कुछ नया देना चाहता है। ആത്മീയ ദാനങ്ങൾ എന്നിൽ പകരാൻ ആഗ്രഹിക്കുവാണ്। आत्मिक दानों को वो हम मुझ में देना चाहता है। അമേൻ। എത്ര പേര് ഈ പ്രഭാത സമയത്ത് അത് റിസീവ് ചെയ്യാൻ എടുക്കുന്നു? ദൈവമേ, I am ready to be trained under God's presence. और कितने लोग इन वचनों को स्वीकार करेंगे और बोलेंगे कि हाँ प्रभु तेरे हालेलुया उपस्थिति में हालेलुया उससे बातों को सीखने के लिए मैं तैयार हूं। പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എന്നിലും നിങ്ങളിൽ പകരാൻ ദൈവം ട്രെയിൻ ചെയ്യുവാണ്। परमेश्वर की आत्मा के दानों को वरदानों को मुझ में और आप में देने के लिए वो हमें सिखा रहा है। നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തി വെച്ചാട്ട്, നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി വെച്ചാട്ട് आप अपने हाथों को ऊंचा उठाएं। ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോവാ। ഉറങ്ങാതിരി ചിലർ കണ്ണടച്ച് ഉറങ്ങുന്നു, ഉറങ്ങാതിരി ഈ പ്രഭാത സമയത്ത് കരം ഉയർത്തുന്നു പറഞ്ഞാട്ട്, ഓ എന്റെ കരം ദൈവത്തിന്റെ അധികാരമുള്ള കരമാകാൻ പോകുവാണ്। हालेलुया। कोई भी ना सोए, बड़े जागते हुए हाथों को उठाते हुए इस प्रकार बोले कि मेरा हाथ परमेश्वर का अधिकारी हाथ बनने जा रहा है। ഓ ദൈവം പറഞ്ഞ ഞാൻ നിനക്ക് പാമ്പുകളെയും തേളുകളെയും അതിന്റെ സകല ബലത്തെ ചവിട്ടാനുള്ള അധികാരം I am installing in you। और परमेश्वर ने इस प्रकार कहा कि सांपों को, बिच्छुओं को, शैतान के हर एक कामों को कुचलने का अधिकार मैं तुझ में दे रहा हूं। ഓ ഈ പ്രഭാത സമയത്ത് അവൻ ദൈവം നിന്നെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കുവാണ്। ദൈവം നിന്നെ ഇക്വിപ്പ് ചെയ്യുവാണ്। और आज सुबह परमेश्वर आपको कुछ नया सिखा रहा है, आपको हालेलुया वो उपलब्ध करवा रहा है। വചനത്തിനൊരു ദൂതുണ്ട്। परमेश्वर के वचन में एक वाणी है। നിങ്ങളുടെ ബൈബിൾ ആ വചനമുണ്ടോ? आपके बाइबल में क्या वो वचन है? യോഹന്നാൻ സുവിശേഷം എടുത്തിട്ടുണ്ട്, ഞാൻ ആ റെഫറൻസ് ഒന്നും എടുക്കുന്നില്ല। യോഹന്നാനിൽ ഒരു വാക്യമുണ്ട്, ഞാൻ ചെയ്തതിന്റെ അധികമായി നിങ്ങൾ ചെയ്യും। यूहन्ना के सुसमाचार में एक वचन इस प्रकार है, जो मैंने किया है उससे बड़े बड़े कामों को तुम करोगे। എത്ര പേര് ഈ പ്രഭാത സമയത്ത് പറയും, ദൈവമേ എന്നെ ഒന്ന് ഇക്വിപ്പ് ചെയ്യണമേ, ദൈവം എന്റെ മാസ്റ്റർ എന്റെ നാഥൻ ചെയ്തതിന്റെ അധികമായി ഈ വരുന്ന കാലഘട്ടത്തിൽ എന്റെ ദൈവം ഒന്ന് എക്സ്ട്രാ ഓർഡിനറി വേയിൽ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ। हालेलुया। सुबह कितने लोग इस प्रकार कह सकते हैं कि है परमेश्वर मुझे उपयोग करे हालेलुया इन आने वाले समयों में, दिनों में हालेलुया काफी बढ़कर बहुत ही अधिक रूप से मुझे इस्तेमाल करे। അവൻ ദൈവം ഏലിയാവിനെ കെരീത്തിൽ ട്രെയിൻ ചെയ്യുമായിരുന്നു। ആമേൻ। അവന്റെ നാഥൻ ശുശ്രൂഷിക്കുന്ന പോലെ തന്നെ അവൻ ചെയ്യണം। हालेलुया। यहाँ पर करीत के उस जगह पर परमेश्वर एलिया को सिखा रहे थे ताकि उसका स्वामी जिस प्रकार करता था उससे भी बढ़कर वो करने पाए। ഞാൻ ആത്മാവിൽ ഇങ്ങനെ ഒന്ന് പറയട്ടെ, നമ്മുടെ കംഫർട്ട് സോൺസിനെ ഒന്ന് ആമേൻ ഇളക്കുവായിരുന്നു। और हमारे कंफर्ट जोन्स को वहां पर वो हिलाया गया है। നമുക്കൊരു പ്രയാസങ്ങളില്ല, ഒരു ബുദ്ധിമുട്ടില്ല। देखो हमारे जीवन में कोई मुश्किलें नहीं है, परेशानियां। Yeah, carry on.
Yes. നമ്മുടെ ജീവിതത്തിൽ അമേൻ സാഹചര്യങ്ങൾ വന്നപ്പോഴും ഈ ലോക്ക്ഡൌൺ പീരീഡിൽ അനേക ബുദ്ധിമുട്ടുകൾ നമുക്ക് തോന്നിയെങ്കിലും നിങ്ങൾ ആത്മാവിൽ ഒന്ന് ഏറ്റെടുത്ത് പറഞ്ഞാട്ട് എന്റെ ദൈവം കൈപിടിച്ചെന്നെ നടത്തിയിട്ടുണ്ട്. देखो हालेलुया, इस लॉकडाउन के दौरान काफी परेशानियां मुश्किलें बेशक आई होंगी, मगर आप विश्वास के साथ बोले कि परमेश्वर ने मेरे हाथों को थाम कर पकड़ कर उसने मुझे चलाया है. ആമേൻ. ഞാൻ ശരിയാണോ പറയുന്നത്? നിങ്ങൾ ഒന്ന് കൈ ഉയർത്തിയാൽ മതി, അതെനിക്ക് മനസ്സിലായിക്കോളും. പ്രൈസ് ദി ലോർഡ്. Yes, जो बातें मैं बोल रहा हूं क्या सच है? अगर सही है तो आप अपने हाथों को उठा सकते हैं, मैं उसको समझ लूंगा कि परमेश्वर ने ऐसा ही किया है. ആമേൻ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവനും ദൈവം തന്നെ ആശ്രയമായി കാണുന്നവനും അവൻ അനുഗ്രഹിക്കപ്പെടും. जो लोग परमेश्वर पर भरोसा रखते हैं और केवल उसी पर भरोसा रखते हैं, आश्रय रखते हैं, वे लोग आशीषित होंगे. ആമേൻ. ഞാൻ ഇങ്ങനെ പറയട്ടെ, ആമേൻ. ദൈവം അവനെ പ്രൊട്ടക്ട് തന്നെ ചെയ്യുവല്ലായിരുന്നു, ദൈവം അവനെ പ്രിപ്പയർ ചെയ്യുവായിരുന്നു. और मैं इस प्रकार कहना चाहता हूं, परमेश्वर ने एलिया को केवल सुरक्षित ही नहीं रखा, मगर परमेश्वर उसको तैयार कर रहा था. ദൈവം അവനെ സൂക്ഷിച്ചുകൊണ്ട് വെക്കുവല്ലായിരുന്നു, അവനെ സെക്യൂരിറ്റി സോണിൽ വെക്കുവല്ലായിരുന്നു, അവനെ അവിടെ ഇരുത്തി ഒരു അടുത്ത മിഷൻ വേണ്ടി, അടുത്ത ഉദ്ദേശത്തിന് വേണ്ടി, അടുത്ത കാര്യത്തിന് വേണ്ടി ദൈവം അവനെ ട്രെയിൻ ചെയ്തെടുക്കുവാണ്. देखो, परमेश्वर उसको वहां पर केवल सुरक्षित नहीं रखा हुआ था, हालेलुया, मगर उससे बढ़कर अगली एक सेवकाई के लिए, अगले एक मिशन के लिए, अगले एक बड़े परमेश्वर के मकसद के लिए परमेश्वर उसको तैयार कर रहा था. ദൈവം ഏലിയാവിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. देखो, परमेश्वर एलिया को तैयार कर रहा था. ആമേൻ. അവിടെ ഇരുത്തി ദൈവം അവനെ ട്രെയിൻ ചെയ്ത് എന്തിനറിയോ? ഒരു വലിയ മിഷൻ, ഒരു വലിയ കാര്യം നടക്കാൻ പോവാ. ആഹാബിന്റെ വിഷയമൊന്നുമല്ല. ഞാൻ പറയട്ടെ, നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആഹാബിനെ ഉയർത്താനുണ്ട്. ആഹാബിന്റെ കൊട്ടാരത്തിൽ പോയി ആഹാബിന് വേണ്ടി ഇത്രയും ചെയ്തു. എടാ, ആഹാബല്ല വിഷയം, നിന്റെ തമ്പുരാണ് നിന്റെ വിഷയം. आमेन, हालेलुया. हम जब प्रचार करते हैं अधिकतर इस प्रकार बोलते हैं, आहाब जो वहां पर है, आहाब के बारे में अधिक हम बताते हैं कि आहाब के राजमहल में गए हैं और आहाब के बहुत बड़ी चर्चा बढ़ा चढ़ाकर बोलते हैं. प्रियो, मैं आज कहना चाहता हूं, आहाब नहीं है जो हमारा विषय है, मेरा परमेश्वर है जो सबसे महान है. ആത്മാവിൽ പറയട്ടെ, ആമേൻ. ദൈവസഭയോട് ദൈവം ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ, ഈ 2020 ദൈവസഭയെ ഒതുക്കാൻ ആമേൻ ഈ രാജ്യത്തിന്റെ ലീഡേഴ്സ് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പറയട്ടെ, ആമേൻ, 2021 നമ്മൾ ഇറങ്ങേറുമ്പോൾ ഞാൻ ആത്മാവിൽ പറയുന്നു, 2021 ആമേൻ ദൈവം ഒരു ഷിഫ്റ്റ് കൊണ്ടുവരുവാണ്. ആത്മാവിൽ എത്ര പേർ ഏറ്റെടുക്കുന്നു? ഒരു ഷിഫ്റ്റ് കൊണ്ടുവരുവാണ്. എങ്ങനെ ഷിഫ്റ്റ് വരുന്നറിയോ? ദൈവം നമ്മളെ ഒളിപ്പിക്കുമ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു വലിയ റിവൈവൽ വേണ്ടി ദൈവം നമ്മളെ പുറത്തിറക്കാൻ പോകുവാണ്. हालेलुया. इस 2020 में जब हम देखते हैं, हालेलुया, नेता लोग जब परमेश्वर के लोगों के विरोध में जब हालेलुया सम्मतियां कर रहे हैं, योजनाएं बना रहे हैं, मगर 2021 में मैं कहना चाहता हूं, परमेश्वर हालेलुया एक बहुत बड़ा शिफ्ट हमें देने पर है. हालेलुया. इस लॉकडाउन के बाद जब हम निकलेंगे, एक बहुत बड़ी बेदारी के साथ हम प्रभु में बाहर आएंगे. I mean, in English statement, a revived person can bring a revival. हालेलुया. अंग्रेजी में इस प्रकार का एक कथन कहा गया है कि हालेलुया, जो व्यक्ति बेदारी पा चुका है वो ही बेदारी ला सकता है. जागरूक व्यक्ति जागृता को प्रदान कर सकता है. आमेन. जागरूक व्यक्ति जो है जागृति को प्रदान कर सकता है. आमेन. रिवाइव्ड व्यक्ति, ഒരു റിവൈവ് ആയ വ്യക്തി തന്നെ റിവൈവൽ കൊണ്ടുവരാൻ ഒക്കത്തുള്ളൂ. देखो, एक व्यक्ति जो जागरूक हो गया है, केवल वो ही दूसरों को जागृति में लेकर आ सकता है. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാത സമയത്ത് ഒന്ന് പറഞ്ഞാട്ട്, ദൈവമേ, എന്നെ കരുത്തിൽ ഇരിക്കുന്നത് ഞാൻ നന്നാ, എന്റെ ജീവിതത്തിൽ അത് ഉയർച്ചയാണ്. हालेलुया. अगर ऐसा है तो आप विश्वास के साथ परमेश्वर को बोले कि मैं करीत में जो बैठा हूं मेरी ऊंचाई का कारण होने जा रहा है. सेकंड, व्हाट इज करीत फॉर मी? എന്താണ് കരീത്ത് എനിക്ക് വേണ്ടി? और दूसरा विषय है करीत मेरे लिए क्या है. आमेन. Kerith is a place where God is making you to be more humbled. Kerith നിന്നെ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്താൻ ആഗ്രഹിക്കുവാണ്. हालेलुया. करीत वो जगह है जहां पर परमेश्वर आपको और नम्र बनाना चाहता है. ആമേൻ. എവിടെ നമ്മൾ താഴ്ന്നറിയോ? हम नम्र कहां होते हैं? എവിടെ നമ്മൾ താഴ്ത്തി, ആമേൻ, ദൈവം നമ്മളെ താഴ്ത്തി ഇരുത്തിയിരിക്കുന്നത്? और हमें परमेश्वर ने नम्र बनाकर कहां बैठाया है? ഒരു മനുഷ്യന്റെ മുമ്പിലല്ല, किसी मनुष्यों के सामने नहीं, ഒരു രാജ്യത്തിന് മുമ്പിലല്ല, किसी राज्य के सामने नहीं. receive it. हालेലൂയ. ദൈവവചനത്തിൽ 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 6 തൊട്ട് 8 വാക്യം വരെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ हालेलुया. पहला पत्रस 5 के 6 से 8 में इस प्रकार लिखा है, परमेश्वर ദൈവത്തിന്റെ ബലമുള്ള കയ്യിൽ, അങ്ങനെയല്ല എന്തിരിക്കുന്നത്? നോ പ്രോബ്ലം. ദൈവത്തിന്റെ ബലമുള്ള കയ്യിൽ നിങ്ങൾ ആമേൻ ഇരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴെ താണിരിപ്പീൻ. താങ്ക് യു. ദൈവത്തിന്റെ ബലമുള്ള കയ്യിൽ ഇരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. परमेश्वर का वचन कहता है कि परमेश्वर के बलवंत हाथों के नीचे रहो.
ഓ എനിക്കറിയത്തില്ല, ഞാൻ എന്റെ നോട്ട്സിന്റെ അപ്പുറത്താണ് ദൈവാത്മാവ് ചില ദൂതുകൾ എന്റെ കൈമുകളോട്ട് തരുന്നത്. ഹല്ലേലൂയ. അതിന്റെ കാരണം നിങ്ങൾ പ്രിപ്പറേഷനോടായിരിക്കുന്നത്. ആമേൻ. ഞാൻ പറയട്ടെ, നമ്മൾ ഇരിക്കുന്ന സാധാരണ സ്ഥലത്തല്ല, ഒന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ബലമുള്ള കയ്യിലായിരിക്കുന്നത്. परमेश्वर के प्रियो, आप लोग इस प्रकार बोले कि हम साधारण जगह में नहीं बैठे हैं, मगर परमेश्वर के बलवंत हाथों के नीचे बैठे हैं. കാരണം ശരീരത്തോട് കൈവച്ച് പറഞ്ഞാട്ട് ഏത് രോഗത്തിന് എന്റെ മേലെ അധികാരമില്ല. आपने शरीर पर हाथ रख के बोले कि कोई भी बीमारी को मेरे शरीर में अधिकार नहीं है. ഓ ഈ പ്രഭാത സമയത്ത് അനേക ദൈവം സൗഖ്യമാക്കുവാണ്. आज सुबह के समय परमेश्वर अनेक लोगों को छंगा कर रहा है. ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേലോട്ടൊന്ന് ഇറങ്ങുവാണ്. परमेश्वर का हाथ आपके ऊपर उतर कर आ रहा है. ഓ come on, receive it. ഒരു anointing നിങ്ങളുടെ മേലോട്ട് വരുവാണ്. आप स्वीकार कर, एक नया अभिषेक आपके ऊपर उतर रहा है. ഓ നിങ്ങളുടെ കൺഫൈൻമെന്റിൽ നിങ്ങളുടെ ദൈവം ഒന്ന് പുറത്തിറക്കുവാണ്. हालेलुया. आपकी सीमाओं से परमेश्वर आपको बाहर निकालने पर है. ഞാൻ ഈ വചനം പറയുമ്പോൾ ചില ഡിപ്രഷനിൽ ഇരിക്കുന്ന ജനങ്ങളുണ്ട്, മാനസികമായി ഡിപ്രസ് ആയിരിക്കുന്നത്. ഈ ഉപവാസ പ്രാർത്ഥന വരെ അവർ വെയിറ്റ് ചെയ്യുവാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അവർക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അവർ വേറൊരു ഡിസിഷൻ വേണ്ടി റെഡി ആവുകയാണ്. ഞാൻ ആത്മാവിപ്പറട്ടെ, നിന്റെ ഡിസിഷൻസിനെ ദൈവം മാറ്റാൻ എഴുതുവാണ്. हालेलुया. परमेश्वर की आत्मा मुझे बता रही है कि इस सभा में ऐसे लोग जुड़े हुए हैं जो डिप्रेशन में है. हालेलुया. उस नए हालेलुया कुछ डिसीजंस को लेने के लिए वो बैठे हुए हैं कि अगर इस उपवास प्रार्थना में मेरे जीवन में उत्तर मुझे ना मिले तो मैं कुछ निर्णय लूंगा. इस प्रकार से सोचकर बैठे हुए लोग हैं, मगर परमेश्वर आपके डिप्रेशन को बदलने जा रहा है. Write down in your diary, നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെച്ചോ, ആമേൻ, ദൈവത്തിന്റെ mighty hand, ദൈവത്തിന്റെ ബലമുള്ള കൈയിലാണ് ഞാൻ ഇരിക്കുന്നത്. हालेलुया. आप अपनी डायरी में लिख कर रख सकते हैं कि मैं परमेश्वर के बलवंत हाथों के नीचे बैठा हूं. ആമേൻ. നിങ്ങൾക്കറിയാം, ഹല്ലേലൂയ, ആമേൻ, എത്ര സ്പ്രിങ്ങിനെ എത്ര ആമേൻ ഞെക്കി വെച്ചാൽ, ഹല്ലേലൂയ, to every action there is an equal and opposite and double reaction. हालेलुया. एक स्प्रिंग को जितने भी तेजी से दबा के रखने की भी कोशिश क्यों ना करे, मगर हालेलुया हर एक हालेलुया बातों में उसको हालेलुया विपरीत एक बड़ी शक्ति के साथ वो बाहर निकल कर आ सकता है. നിങ്ങൾ എത്ര ഞെക്കിയ സാത്താനെ, നീ എന്നെ എത്ര ഞെക്കി വെച്ചാൽ, ഞാൻ ഓമൻ പൊങ്ങി വരുമ്പോൾ നിന്റെയൊക്കെ കൊട്ടാരത്തെ, നിന്റെയൊക്കെ കളിപ്പണിയെ ഞാൻ തകർത്ത് മാറ്റിക്കളയും. हालेलुया. शैतान हमें कितनी भी दबाने की कोशिश क्यों ना करे, मगर शैतान को देख बोले कि है शैतान, तू मुझे कितना भी क्यों ना दबाए, मगर मैं जब बाहर उठकर आऊंगा तेरे हालेलुया राजमहल क्यों ना हो, शैतान की सारी मंडलियां क्यों ना हो, सब कर दूंगा. ആമേൻ. എത്ര വിശ്വാസികൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു? ദൈവം എന്നെ ഉയർത്തും, ദൈവം എന്നെ പുറത്തിറക്കും, എന്നെ താഴ്ത്തുന്ന എന്തിനറിയോ? ദൈവത്തിന്റെ ശക്തി എന്നിൽ ഒന്ന് പകരാനാണ്. हालेलुया. परमेश्वर मुझे जरूर बाहर निकालेंगे. परमेश्वर मुझे हालेलुया नम्र क्यों करते हैं, ताकि परमेश्वर अपने सामर्थ को मुझ पर उंडेले. നിങ്ങൾ ആ വാക്യം താഴോട്ട് വായിക്കുവാണെങ്കിൽ, ഞാൻ സമയമില്ലാത്ത വായിക്കുന്നില്ല. ആമേൻ. നിങ്ങളുടെ എനിമിയായ സാത്താൻ നിങ്ങളെ വിഴുങ്ങാൻ വേണ്ടി, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ശത്രുവായ സാത്താൻ നിങ്ങളെ തകർക്കാൻ, നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ശത്രു നിങ്ങളെ വിഴുങ്ങാൻ വേണ്ടി, അങ്ങനെ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബക്കാരെയോ നിങ്ങളുടെ ബന്ധക്കാരെയല്ല, നിന്നെ എന്നെ വിഴുങ്ങാൻ ഇരിക്കുന്ന ദുഷ്ടശക്തിയുടെ മുമ്പിൽ അവൻ കൈവച്ചത് പറഞ്ഞാൽ എന്റെ ദൈവം എന്നെ ഉയർത്തി നടത്തും. यस हालेलुया. वचन हालेलुया नीचे को जब हम पढ़ते हैं वहां पर इसी प्रकार लिखा है कि हालेलुया हमारा विरोधी और तुम्हारा विरोधी शैतान तुम्हें फाड़ खाने की तलाश में है, उस खोज में है. हालेलुया. मगर आज मैं कहना चाहता हूं, हमारे हालेलुया हर एक शैतानों के सामने, हर एक शत्रुओं के सामने परमेश्वर मुझे ऊंचा उठाएगा. അത് എല്ലാവർക്കും വേണ്ടി ദൂത എത്ര ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ പ്രതിയോഗികൾ, അവൻ എന്റെ എനിമീസ് എന്നെ തൊടത്തില്ല. അവൻ അവരുടെ മുമ്പിൽ there is a difference that I am sitting and they will be standing. हालेलुया. हम मेरे शत्रु, आप विश्वास करें कि मेरे शत्रु हालेलुया वो मुझे नाश नहीं कर पाएंगे, क्योंकि परमेश्वर ने जो मेज मेरे लिए तैयार किया है, मेरे शत्रु मेरे सामने खड़े होंगे और मगर मैं उनके सामने बैठा रहूंगा. हालेलुया. मैन. ദൈവം നമ്മളെ ഒന്ന് താഴ്ത്താൻ ആഗ്രഹിക്കുന്നു. परमेश्वर हमें नम्र करना चाहते हैं. ഏലിയാവേ, നീ വന്ന സ്ഥലം എനിക്കറിയാം. है एलिया, मैं जानता हूं कि तू कहां से आया है, कहां पर आया है. ഒറ്റ വെട്ടിന് നിനക്ക് കൊല്ലാൻ അറിയാം. और तू एक ही हालेलुया एक ही तलवार से तू खत्म करना भी जानता है. ഒറ്റ വെട്ടിന് ഏലിയാവിനെ തട്ടിക്കളയാൻ അറിയാം. और एलिया अच्छे से जानता, अगर वो चाहे तो आहाब को खत्म कर सकता था.
ഞാൻ നിന്നെ ആ ഉദ്ദേശത്തിന് അല്ല വിളിച്ചത്. मगर मैंने तुझे उस मकसद के साथ नहीं बुलाया है, ഞാൻ നിന്നെ ഒരു ഗ്രേറ്റർ വർക്ക്, ഒരു ഗ്രേറ്റർ മിഷന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. मगर एक बहुत बड़ी सेवकाई के लिए मैंने तुझे बुलाया है. ഹല്ലേലൂയ. ഈ പ്രഭാത സമയം ദൈവം പറഞ്ഞു, ആമേൻ, നിങ്ങളുടെ വിളി ഒന്ന് മനസ്സിലാക്കി ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. आज सुबह के समय परमेश्वर की आत्मा इस प्रकार कह रही है कि अपने बुलाहट को समझकर इन दिनों में प्रार्थना करते रहें. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രൗഡ്നെസ് ഉണ്ട്, ഒരു 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 what do you say in മലയാളം, ഒരു അഹങ്കാരമുണ്ട്. ആമേൻ, തിശ്ബിയായ ഏലിയാവ്. हालेलुया. वहां पर एक हालेलुया घमंड भरे या अहंकार भरे एक शब्द का इस्तेमाल हुआ, लिखा है कि तिश्बी एलिया. നിങ്ങളത് പഠിക്കണം, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ റിസർച്ച് ചെയ്യണം. എന്താണ് തിശ്ബി ഏലിയാവിന്റെ പ്രത്യേകത? അതെന്റെ വിഷയമല്ല. പിന്നെ ഒരു സമയം കിട്ടുവാണെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങളുടെ മുമ്പിൽ അത് കൊണ്ടുവരും. हालेलुया. आप जरूर उसको बाद में पढ़िएगा और खोज करने की कोशिश करिएगा. अगर समय मिले तो मैं बाद में एक दिन आपके पास इस विषय को लेकर आऊंगा कि ये तिश्बी एलिया क्या है. ആമേൻ. അതൊരു പ്രൗഡ്നെസ്, അതൊരു ആ സ്ഥലത്തിന്റെ ഒരു അഹങ്കാരമായിരുന്നു. देखो हालेलुया, उस जगह का एक अहंकार था जो उसके शब्द के नाम के आगे लगाया है. ആമേൻ. അതിന് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഒന്ന് താഴ്ത്തി ഉയർത്താൻ ആഗ്രഹിക്കുന്നു. मगर परमेश्वर उससे कहते हैं कि मैं तुझे नम्र करके फिर ऊंचा उठाऊंगा. ആമേൻ. ഞാനൊന്ന് ആ വിഷയത്തിലൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മൂന്നാമത്തെ കാര്യങ്ങളോട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. उस विषय की ओर नहीं जाना चाहता, मैं तीसरे विषय को आपके सामने रखूंगा. ഹല്ലേലൂയ. നിങ്ങൾ അത് ശ്രദ്ധയോട് വായിക്കുവാണെങ്കിൽ ഹല്ലേലൂയ, അവനെ ദൈവം താഴ്ത്തി. देखो बड़े ध्यान से अगर आप उन वचनों को पढ़ेंगे तो देख सकते हैं परमेश्वर ने उसको दीन किया, नम्र किया. അതിന്റെ ഒരു പ്രൂഫ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിച്ചിട്ട് ഞാൻ വിടാൻ പോകും. ആ 17 അധ്യായത്തിന്റെ 24 വാക്യം വായിച്ചാൽ, 17-24 ഒന്ന് വായിച്ചാട്ടെ. 17वें अध्याय के 24वें पद को और हम पढ़ेंगे. ഹല്ലേലൂയ. സ്ത്രീ ഏലിയാവോട്, നീ ദൈവ പുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. 18 വാക്യം. 18वां पद. അപ്പോൾ അവൻ ഏലിയാവോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ പാപം ഓർപ്പിക്കേണ്ടതിന്. താങ്ക് യു. നിങ്ങൾ വായിച്ചിട്ടുണ്ട് അവിടെ ദൈവപുരുഷൻ, ദൈവ മനുഷ്യൻ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ആ ടൈറ്റിൽ നല്ല രസമാണ്. ഓ മാൻ ഓഫ് ഗോഡ്. ദൈവം ഏലിയാവിനെ കൊടുത്ത ടൈറ്റിൽ ദൈവമല്ല കൊടുത്തത്. ദൈവം ജനത്തിന്റെ വായി കൊടുത്ത ടൈറ്റിലാണ്. ഇവൻ തിശ്ബിയായ ഏലിയാവ് ആണ്, ശരിയാ. ദൈവം അവനെ 6 മാസക്കാലം കെരീത്തിൽ അവൻ ഇരുന്ന് കഴിഞ്ഞ് സാരാഫാത്തിലോട്ട് ദൈവം അവനെ കൊണ്ടുപോയപ്പോൾ അവന്റെ പേര് വരെ മാറി. അവന്റെ ടൈറ്റിൽ എന്തറിയോ? ഇവൻ തിശ്ബിയല്ല, ഇവൻ ദൈവത്തിന്റെ പുരുഷനാണ്. आमेन. हालेलुया. 6 महीने तक, हालेलुया, काफी समय तक उस करीत के हालेलुया नाले के किनारे परमेश्वर ने एलिया को बैठाकर उसको नम्र किया. उसके बाद जब वो सारफात में जाता है, परमेश्वर तिश्बी एलिया का नाम बदलकर लोगों के मुंह से एक नया टाइटल परमेश्वर उसको देता है. वो है कि ये परमेश्वर का जन है. ओ ഈ രാവിലെ സഭ ദൈവം നമ്മുടെ ടൈറ്റിൽസിനെ മാറ്റാൻ പോകുവാണ്. आज के सुबह के समय परमेश्वर हमारे टाइटल्स को बदलने जा रहा है. നിന്റെ ഐഡന്റിറ്റി മാറ്റാൻ പോകുവാണ്. करीत का नाला जो है वो जगह आपके पहचान को बदलने जा रहा है. टाइटल करीत നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നെ ഉയർത്താൻ പോകുവാണ്. करीत आज जहां पर आप बैठे हैं वो जगह में परमेश्वर आपको ऊंचा उठाने जा रहा है. ദീപേഷ് ദൈവം പറയുന്നു, ബ്രദറെ, ദൈവം നിന്റെ പ്രദേശത്തിൽ നീ എവിടെ ആയിരിക്കുന്നു, ദാറ്റ് ടെറിട്ടറി ദൈവം നിന്റെ പേരിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. हालेलुया. दीपेश ब्रदर, हालेलुया, परमेश्वर की आत्मा इस प्रकार कह रही है कि जहां पर इस समय आप हैं उस जगह को, उस इलाके में आपको परमेश्वर ऊंचा उठाएगा. कितने लोग विश्वास करते हैं कि मेरा परमेश्वर मुझे ऊंचा उठाएगा? हालेलुया. हम हमेशा ऐसे ही प्रार्थना करते हैं कि प्रभु मुझे नीचा करो, नीचा करो, मगर आज प्रार्थना करें कि परमेश्वर आप मुझे ऊंचा करो. സാമ്പത്തികമായ ഉയർച്ചയല്ല, ആത്മീയമായ എന്നെ ഒന്ന് ഉയർത്തണമേ. हालेलुया. ये ऊंचाई क्या है प्रियो? हालेलुया. धन संपत्ति में या आर्थिक रूप से नहीं, मगर प्रार्थना करें कि परमेश्वर मुझे आत्मिक रूप से ऊंचा उठाए. പഴയ നിയമത്തിൽ ഈ ടൈറ്റിൽ എല്ലാവർക്കും കൊടുത്തിട്ടില്ല. ഞാൻ എളുപ്പം കട്ട് ഷോട്ട് ചെയ്യുമ്പോ, പഴയ നിയമത്തിൽ ഈ ടൈറ്റിൽ മാൻ ഓഫ് ഗോഡ് എല്ലാവർക്കും ദൈവം കൊടുത്തിട്ടില്ല. देखो पुराने नियम में परमेश्वर के जन, ये टाइटल जो है सबों को परमेश्वर ने नहीं दिया है. പഴയ നിയമത്തിൽ 2-3 പേർക്ക് കൊടുത്തിട്ടുള്ളൂ. ഏലിയാവിന് കൊടുത്തിട്ടുണ്ട്, ദാനിയേലിന് കൊടുത്തിട്ടുണ്ട്, 1-2 പേർക്കേ കൊടുത്തിട്ടുള്ളൂ. और पुराने नियम में एलिया को मिला है, दानियल को मिला है. इस प्रकार 1-2-3 लोगों को ही ये टाइटल मिला है. പുതിയ നിയമത്തിൽ ഒറ്റൊരു മനുഷ്യനെ കിട്ടിയിട്ടുള്ളൂ. പത്രോസിനൊന്നും കിട്ടിയിട്ടില്ല, പൗലോസിനും കിട്ടിയിട്ടില്ല, ആർക്കും കിട്ടിയിട്ടില്ല.
मगर नए नियम में जब हम आते हैं तो एक भी व्यक्ति को नहीं मिला, पतरस को नहीं मिला, पौलुस को नहीं मिला, किसी को भी नहीं मिला है। അവരൊക്കെ ദൈവത്തിന്റെ ജനമായിരുന്നു. That's true. देखो ये सब लोग परमेश्वर के ही जन थे, वो सच सही बात है। പുതിയ നിയമത്തിൽ തീമോത്തിയോസിനെ പൗലോസ് വിളിക്കുന്നു ദൈവത്തിന്റെ മനുഷ്യനെ. हालेलुया। मगर नए नियम में तीमुथियुस को हालेलुया पौलुस इस प्रकार कहते हैं कि है परमेश्वर के जन। ഈ പ്രഭാത സമയം എത്ര പേർ സ്വന്തം ചെസ്റ്റിലോട്ട് കൈവച്ച് പറഞ്ഞാട്ട് ദൈവമേ ഈ വരുന്ന വർഷങ്ങൾ ഈ വരുന്ന വർഷങ്ങൾ ഞാൻ ദൈവത്തിന്റെ ഒരു പുരുഷൻ, ദൈവത്തിന്റെ സ്ത്രീ, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ആയുധമാകട്ടെ. हालेलुया। अपने छाती पर हाथ रख के बोले कि है परमेश्वर आने वाले साल में मैं परमेश्वर का पुरुष, मैं परमेश्वर की स्त्री, मैं परमेश्वर के लिए इस्तेमाल होने पाऊं। हालेलुया। आमीन। एलिया, तिश्बियाയ एलिया, ആമേൻ, സാറാഫത്തിലായ ഒരു സാധാരണമായ സ്ത്രീ വിളിച്ചെന്തറിയോ? യു ആർ എ മാൻ ഓഫ് ഗോഡ്. देखो हालेलुया, तिशबी, एलिया, देखो वो परमेश्वर का जब हालेलुया अनुग्रह को पाता है, वो सारफात की एक साधारण सी स्त्री अब उसको बुला रही है, तू परमेश्वर का जन है। എത്ര വിശ്വാസം അങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുവാണ്. परमेश्वर के प्रियो ऐसा ही होने जा रहा है। हालेलुया। എത്ര വിശ്വാസം അങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുവാണ്. कितने लोग विश्वास करते हैं ये ऐसा ही होने जा रहा है। എന്റെ സമയം തീരാണ്, ഞാൻ എളുപ്പം ഒന്ന് പോകട്ടെ. മൂന്നാമത്തെ കാര്യം, Amen. Kerit is a place where God wants to hide you. हालेलुया। करीत वो जगह है जहां पर परमेश्वर आपको छुपाना चाहता है। കെരീത്ത് നിന്നെ ഒന്ന് ഒളിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു. करीत आपको छुपा कर रखना चाहता है। ഹല്ലേലൂയ. അതിന്റെ മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആമേൻ, നീ ഇവിടുന്ന് പോയി കെരീത്തിൽ പോയി ഒളിച്ചിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. हालेलुया। तीसरे पद में हम देखते हैं परमेश्वर एलिया से कहते हैं कि तू यहां से जाकर करीत के नाले के पास जाकर छुप जा। ഹല്ലേലൂയ. അപ്പൊ അവിടുത്തെ വെള്ളം ഉണങ്ങത്തില്ല. वहां का पानी कभी नहीं सूखेगा। എന്താ? മഴയില്ലാത്ത കാലമല്ലേ? क्या बारिश तो उस समय वहां नहीं है? പിന്നെ എങ്ങനെ വെള്ളം ഉണങ്ങി വെള്ളം എങ്ങനെ അവിടെ വരുന്നത്? फिर वहां पर पानी कैसे आएगा? എടാ, ദൈവം നിന്നെ ഇരുത്തുന്ന സ്ഥലത്ത് നീ റിസോഴ്സിനോടായിരിക്കാൻ പോകുന്നത്. आमीन। हालेलुया। आप हालेलुया उस श्रोते के साथ बैठने जा रहे हो। ആരെങ്കിലും ആമേൻ എന്ന് പറഞ്ഞാട്ടെ. इसका कोई तो आमीन बोले। ആമേൻ. എത്ര പേര് മനസ്സിലായി? എന്റെ സമയം തീരുന്നു. Can I take 5-10 minutes? ഹല്ലേലൂയ. ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. Praise the Lord. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പറയട്ടെ. Praise the Lord. കെരീത്തിൽ ദൈവം നിന്നെ ഇരുത്തിയതാണെങ്കിൽ നീ ചിന്തിക്കേണ്ട എവിടുന്നാ വരുന്നത്, എങ്ങനെ കാര്യം നടക്കുന്നത് നീ ചിന്തിക്കേണ്ട. ദൈവം ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി സകലങ്ങൾ ഒരുക്കിയായിരുന്നത്. यस हालेलुया। करीत में यदि परमेश्वर ने आपको बैठाया है तो ये चिंता ना करो कि मेरी आशीष कहां से आएगी, कब आएगा, क्या कौन लाएगा। मगर परमेश्वर ने अगर आपको बैठाया है, समय पर परमेश्वर सब कुछ प्रबंध करेगा। ഹിബ്രു പദത്തിൽ ഹൈഡ്, ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന വേർഡ് ഹൈഡ്. ഹൈഡിന് വേണ്ടി ഹിബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ അർത്ഥമാണ് സ്വന്തത്തെ ആബ്സെന്റ് ചെയ്ത് ദൈവത്തിന്റെ കൂടെ പ്രസന്റ് ആകണം. हालेलुया। हालेलुया। जो इंग्लिश है, अंग्रेजी में हालेलुया वहां पर जो मतलब दिया गया है उसको छुपाना करके दिया गया है, मगर हिब्रू में जो हम देखते हैं वहां पर लिखा है कि अपने को हालेलुया हटाकर उसके साथ उपस्थित होना। be absent from self. और अपने से हालेलुया खो बैठना। नहीं, उसका मतलब ऐसा है, अपनी सारी सोच से, चिंताओं से विमुख होकर प्रभु की उपस्थिति में पूरे मन से बैठ जाइए. Yes, amen. Hallelujah. Amen. ഞാൻ ആത്മാവിൽ പറയട്ടെ, ആമേൻ, അങ്ങനെ തന്നെ ദൈവം നിന്നെ ഒന്ന് ഇരുത്താൻ ആഗ്രഹിക്കുന്നു. Yes, परमेश्वर ऐसे ही आपको प्रभु की उपस्थिति में बैठाना चाहता है. ദൈവം നിന്നെ ബാക്കിയെല്ലാം ഒന്ന് മറന്ന് ദൈവസന്നിധിയിൽ ഇരുന്നാട്ട്. देखो सब कुछ भूल कर, सब कुछ छोड़कर प्रभु की उपस्थिति में आप बैठ जाओ. हालेलुया. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം നിന്നെ നിറയ്ക്കും. परमेश्वर की उपस्थिति में जब आप बैठोगे परमेश्वर आपको भरपूर करेगा। ആത്മാവിൽ പറഞ്ഞാട്ട്, ദൈവമേ ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കാൻ പോകുവാണ്. आप परमेश्वर से बोले कि हाँ प्रभु मैं तेरी उपस्थिति में बैठने जा रहा हूँ। എന്റെ സകല ചിന്തകളും മാറ്റി ദൈവസന്നിധിയിൽ ഇരിക്കാൻ പോകുവാണ്. मेरी सारी चिंताओं को छोड़कर मैं प्रभु की उपस्थिति में बैठने जा रहा ഈ हूँ। വർഷം തീരാറായി. हालेलुया। ये साल समाप्त होने वाला है। ഇനി ചില 20 ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുള്ളൂ. हालेलुया। अब केवल हालेलुया 20 दिन और हमारे सामने बचे हैं। ദൈവസന്നിധി കുറച്ച് ദിവസം ഒന്ന് ഇരുന്ന് നോക്കിയേ. हालेलुया। कुछ दिन परमेश्वर की उपस्थिति में बने रहो। ദൈവസന്നിധി ഇരുന്ന് നോക്കിയേ. आप परमेश्वर की उपस्थिति में हालेलुया बैठकर देखो। ഞാൻ ആത്മാവിൽ പറയട്ടെ, നീ ഇരിക്കുവാണെങ്കിൽ നിന്റെ ദൈവം പുറത്തു കൊണ്ടുവരുമ്പോൾ, മോശ പർവ്വതത്തിൽ ഇരുന്നപ്പോൾ താഴെ ഇറങ്ങി വന്നപ്പോൾ മോശയ്ക്ക് അറിയത്തില്ല, ജനം പറഞ്ഞു ഹിസ് ഫേസ് ഇസ് ഷൈനിങ് വിത്ത് ദ ഗ്ലോറി ഓഫ് ഗോഡ്. हालेलुया। हालेलुया। विश्वास करें, मूसा जब परमेश्वर की उपस्थिति में बैठकर नीचे उतर कर आया, मूसा नहीं जानता था, मगर तराई में जो लोग थे उन्होंने बोला कि आपका चेहरा जो है परमेश्वर
की महिमा से भरा हुआ है। ഹല്ലേലൂയ. ദൈവം നിന്നെ എന്തിനാ ഇരുത്തുന്നറിയോ? ആമേൻ. സങ്കീർത്തനത്തിന്റെ 17-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞു, നീ ദൈവത്തിന്റെ കൺമണിയാണ്. हालेलुया। भजन संगीता 17 के हालेलुया 8वें पद में इस प्रकार लिखा है, आपको परमेश्वर उसकी उपस्थिति में इसलिए बैठाता है क्योंकि आप उसकी आंखों की पुतली हो। ആമേൻ. അതിന്റെ അർത്ഥം you are so precious before God's presence. इसका मतलब है परमेश्वर की उपस्थिति में आप काफी बहुमूल्य हो प्रियो। ഈ രാവിലെ സമയം എത്ര പേർ പറഞ്ഞു, എന്റെ ദൈവം ഇരുത്തുന്നെങ്കിൽ എനിക്ക് വേണ്ടി സകലം ദൈവം തരാൻ പോകുവാണ്. यस, कितने लोग बोल सकते हैं कि यदि परमेश्वर मुझे अपनी उपस्थिति में बैठाएगा तो वो मुझे सब कुछ देने पर है। സങ്കീർത്തനം 27-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, भजन 27 के 5वें पद में इस प्रकार लिखा है, ഞാൻ അവന്റെ സാന്നിധ്യത്തിലായിരിക്കുന്നത്. देखो मैं उस परमेश्वर की उपस्थिति में बना हूं। ആ വാക്യം ഒന്ന് വായിക്കാൻ നോക്കുമോ? നിങ്ങൾ എളുപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 27-ാം വാക്യം. हालेलुया। भजन संगीता 27 उसका 5वां पद। ഓ ശബരകംബരാദ അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ ഒളിപ്പിക്കും. എന്താണ് അവന്റെ ടാബർനാക്കിൽ ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ട്. हालेलुया। उसके मिलाप वाले तंबू में एक गुप्त स्थान है। ഇനി അത് തൊടാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് സമയം വേണം, ഞാൻ തൊടുന്നില്ല. ജസ്റ്റ് ഞാൻ അത് പറഞ്ഞങ്ങ് പോവുക. हालेलुया। मैं जल्दी से हालेलुया उन बातों को छूकर मैं आगे बढ़ूंगा। അവന്റെ തിരുനിവാസത്തിൽ ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ട്. हालेलुया। उस परमेश्वर की उपस्थिति में एक छुपने का स्थान है, एक गुप्त जगह है, सीक्रेट प्लेस ഉണ്ട്. यस, एक गुप्त स्थान है। അതാണ് ദൈവം നമ്മളെ ഒളിപ്പിക്കുന്ന സ്ഥലം. हालेलुया। वही जगह है या वही स्थान है जहां पर परमेश्वर हमें छिपाता है। നിങ്ങൾ മനസ്സിലാകുന്നില്ല. आपको समझ नहीं आ रहा? ഈ എല്ലാ രാജ്യത്തിലും ഏറ്റവും ഹൈയസ്റ്റ് സെക്യൂരിറ്റി കിട്ടുന്നതാണ് പ്രസിഡന്റിന്റെ സെക്യൂരിറ്റി. हालेलुया। इस दुनिया में सबसे ज्यादा हालेलुया सिक्योरिटी जो मिलता है वो प्रेसिडेंट की सिक्योरिटी होती है. നമ്മുടെ ഇന്ത്യൻ ടെർമിനോളജിയിൽ Z zone security പറയും. Z zone security. यस, हालेलुया। इंडियन टर्मिनोलॉजी में हालेलुया उसको Z zone सिक्योरिटी बोलते हैं. ഞാൻ ആത്മാവിൽ പറയട്ടെ, എനിക്കും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അതിനോടും ഹയർ സെക്യൂരിറ്റിയാണ്. यस, मैं आत्मा में कहना चाहता हूं, मुझे और आपको जो सिक्योरिटी या सुरक्षा मिली है उससे भी बढ़कर है प्रियो. അയ്യോ ദീപപാസ്റ്റർ ആർക്കും മനസ്സിലായില്ല, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എനിക്ക് തോന്നുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന Z സോണോടും ഹയർ സെക്യൂരിറ്റിയാണ്. यस, हालेलुया। आत्मा में मैं कहना चाहता हूं, हमें जो सुरक्षा प्रभु की ओर से मिली है हालेलुया इस दुनिया के Z जोन सिक्योरिटी से भी बढ़कर है प्रियो. നിങ്ങളുടെ തലയോട്ട് കൈവച്ച് പറഞ്ഞാട്ടെ, എന്നെ ദൈവം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. हालेलुया। अपने सरों पर हाथ रख के बोले कि परमेश्वर ने जो मुझे छिपा रखा है അവന്റെ സന്നദ്ധിയിലെ ഏറ്റവും സീക്രട്ട് പ്ലേസിലാണ് ദൈവം വച്ചിരിക്കുന്നത്. देखो परमेश्वर ने अपने तंबू के उस गुप्त स्थान में हमें छुपा कर रखा है. हालेलुया. വിശ്വാസമുള്ള കരവെട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. यस, विश्वास करने वाले लोग परमेश्वर को हाथ उठाकर प्रभु की स्तुति करें. ഓ എനിക്കറിയാം ദൈവം ആരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, നാലാമത്തെ കാര്യം Kerith is a place where God will make my survival the best. ദൈവം എനിക്ക് കെരീത്ത് തന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഏറ്റവും നന്നായിട്ട് നല്ല ദൈവം എന്നെ പോറ്റി പുലർത്തി നടത്തും. हालेलुया। करीत यदि परमेश्वर ने मुझे दिया है तो वो जगह होगी जहां पर परमेश्वर हर प्रकार से मुझे हालेलुया संभाले रखेगा. My survival will be the best. हालेलुया। मेरे जीवन की हालेलुया सारी हालेलुया जीने के लिए सारी सुविधाओं को परमेश्वर प्रबंध करेगा. मेरे जीवन का जो रहन सहन होगा सबसे बढ़िया होगा. यस, आमेन, हालेलुया. കെരീത്തിൽ ഏലിയാവിന് ഒന്നും ചെയ്യണ്ട. करीत में एलिया को कुछ करने की जरूरत नहीं है. അവൻ ആഹാരം ഉണ്ടാക്കണ്ട. वहां पर उसको भोजन नहीं बनाना. ഒരു കാര്യത്തിന് പോകണ്ട. किसी काम के लिए वहां पर नहीं जाना. ദൈവസന്നിധി ഇരുന്നാ മതി. केवल तू परमेश्वर की उपस्थिति में बना रहे. നീ ചിന്തിക്കാത്ത, നീ ജീവിതത്തിൽ ചിന്തിക്കാത്ത വ്യക്തികളെ അല്ല, മൃഗങ്ങളെ അവരുടെ ബുദ്ധികളെ ഞാൻ തിരിക്കിച്ച് നിന്റെ കയ്യിലോട്ട് അവരെ എത്തിക്കും. आमेन, हालेलुया। मैं किसी व्यक्तियों को नहीं मगर जानवरों की बुद्धि को भी बदल कर तेरे तक हालेलुया तुझ तक उन भोजनों को उन आशीषों को मैं पहुंचाने जा रहा हूं. നിനക്ക് പ്രയോജനമില്ലാത്തവരെ നിന്റെ കയ്യിലോട്ട് പ്രയോജനമാക്കി ഞാൻ തരാൻ പോകുവാണ്. हालेलुया। जो लोग आपके लिए उपयोगी ना भी होंगे मगर परमेश्वर कहते हैं कि उन लोगों को मैं तेरे लिए उपयोगी बना दूंगा. റിസീവ് ചെയ്യാൻ ആഗ്രഹിക്കും. എത്ര രാവിലെ റിസീവ് ചെയ്യാൻ തുടങ്ങുവാണ്. നിന്റെ കുടുംബത്തിൽ പ്രയോജനമില്ലാത്തത് നിന്റെ കുടുംബത്തിൽ ദൈവത്തിന് ഹല്ലേലൂയ. നീ പറഞ്ഞിരിക്കുന്ന യുമാരോ ഇതൊന്നും ഗതി പിടിക്കത്തില്ല പറയുന്നവരെ
ദൈവം നിന്റെ കയ്യിലോട്ട് കൊണ്ടുവരാൻ പോകുവാണ്. हालेलुया, आपके परिवार में हालेलुया जो लोग आप सोचते हैं कि हालेलुया किसी लायक नहीं है, किसी उपयोग में नहीं है, हालेलुया, मगर परमेश्वर कहते हैं कि उन उपयोग शून्य लोगों को भी तैयार करके हालेलुया परमेश्वर आपके पास पहुंचाने जा रहा है. ഞാൻ കാക്ക ഒന്നും പറഞ്ഞില്ല, നിങ്ങളെ ആരെ കാക്ക വിളിച്ചില്ല. നിങ്ങൾ ആത്മാവിൽ കണ്ടുള്ള ചില കാക്കകളെ ദൈവം നമ്മളെ തീറ്റിപ്പിക്കാൻ തന്നെയല്ല, നമ്മുടെ കൂട് ആ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ. हालेलुया, हालेलुया, मैंने आप लोगों को कौवा नहीं बुलाया है, हालेलुया, मगर मैं कहना चाहता हूं जो हमारे लिए उपयोगी ना भी हो मगर परमेश्वर की महिमा के लिए परमेश्वर उनको भी इस्तेमाल करेगा. So I am turning this message. ഞാൻ ഇങ്ങനെ ഒന്ന് ടേൺ ചെയ്യട്ടെ. ഉപയോഗമില്ലാത്തത്, ആർക്കും പ്രയോജനമില്ലാത്തതിനെ ദൈവം നമ്മുടെ പക്ഷത്തിലാക്കാൻ പോകുവാണ്. आमेन, हालेलुया, इस संदेश को मैं इस प्रकार हालेलुया मोड़कर इस प्रकार कहना चाहता हूं, जो उपयोग शून्य है, जो किसी लायक नहीं है, परमेश्वर उसको हमारे लिए उपयोगी बनाने जा रहा है. പറയുന്നില്ലേ, ഓ ഇനി ഇതൊന്നും, ഓ ഈ കാക്ക എങ്ങനെ ആഹാരം കൊണ്ടുവരുന്നത്, കാക്ക എങ്ങനെ ആഹാരം കൊണ്ട്, കാക്ക സ്വന്തം കട്ടെടുത്ത് സ്വന്തം തിന്നുന്നവനാണ്. ഞാൻ പറയട്ടെ, നിന്റെ ചിന്തകളെ ദൈവം മാറ്റാൻ പോകുവാണ്. നിന്റെ ഡെഡ് ലൈൻസ് ദൈവം മാറ്റാൻ പോകുവാണ്. यस, हालेलुया, परमेश्वर हालेलुया इस प्रकार कह रहे हैं. तू इस प्रकार सोचता है कि कौवा क्या करेगा, कौवा क्या लेकर आएगा, क्योंकि कौवा अपना तो खुद का चुरा कर खाता है, फिर तू मेरे लिए क्या लेकर आएगा. मगर आप प्रार्थना करते रहे, परमेश्वर आपके लिए हालेलुया उन अद्भुत कामों को करेंगे. ദൈവവേല ചെയ്ത ദേവദാസന്മാരോട് പറയട്ടെ, നിങ്ങൾ ചിന്തിക്കാത്ത ചില ജനങ്ങളെ ദൈവ സഭയിലോട്ട് കൊണ്ടുവരുവാണ്. ഹല്ലേലൂയ, ആർക്കും പ്രയോജനമില്ലാത്ത, ഒരു മനുഷ്യനും കൊടുക്കാത്തവർ അവർ ദൈവ राज्यത്തിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുവാണ്. हालेलुया, परमेश्वर की सेवकाई करने वाले प्रभु के दासों से मैं कहना चाहता हूं, ऐसे लोग कलीसिया से जुड़ने जा रहे हैं जो किसी भी उपयोग के नहीं होंगे, किसी भी काम के, किसी भी लायक के नहीं होंगे, मगर परमेश्वर के नाम की महिमा के लिए परमेश्वर उन लोगों को कलीसिया से जोड़ेगा. कितने लोग रिसीव തുടങ്ങുന്നു? Praise the Lord. कितने लोग उसको स्वीकार करेंगे, वचनों को कितने लोग स्वीकार करेंगे? ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ. കാക്ക ഏലിയാവിനെ കൊടുത്തു, കാക്ക ദൈവം ഇന്നും അനുഗ്രഹിച്ചിരിക്കുകയാണ്. हालेलुया, मैं आत्मा में एक वाणी कहना चाहता हूं, उस कौवे ने एलिया को खिलाया, इसलिए आज भी कौवों को परमेश्वर आशीष दे रहा है. നിങ്ങൾക്കറിയാവോ, ഇന്നും കാക്ക ലോകത്തിലുണ്ട്. മനസ്സിലായില്ല, ഇപ്പൊ വരെ ആർക്കും മനസ്സിലായി ഞാൻ എന്താ പറഞ്ഞത്? ഇന്ന് വരെ കാക്ക പോയിട്ടില്ല. കാക്ക ഇന്നും ലോകത്തിൽ നിങ്ങളുടെയും എന്റെയും വീടിന്റെ ടെറസിൽ വന്ന് ഇന്നും കാക്ക കാക്ക വിളിക്കുന്നുണ്ട്. आमेन, हालेलुया, इसका मतलब है हालेलुया कौवा अभी तक खत्म नहीं हुआ है. आज भी हालेलुया हमारे और मेरे और आपके छत में आकर कौवा बैठकर रोज बुलाता है. നോക്കുമ്പോ കല്ലെടുത്ത് എറിയല്ലേ പറയണം, ഇത് ഏലിയാവിനെ പോറ്റിയവനാ, എനിക്ക് വേണ്ടി ചിലവരെ ദൈവം കൊണ്ടുവരുവാണ്. हालेलुया, अब उन कौवों को जब दोबारा आप देखोगे उस पर पत्थर मत मारना और ये बोलना कि मेरे लिए भी कुछ आशीषों को ये लेकर आएगा. കല്ലെടുത്തവരോട് ഞാൻ പറയട്ടെ, നിന്റെ കല്ലെടുക്കുന്ന സമയം നിർത്തിയിട്ട് പറയണം, ഇത് ദൈവ വചനത്തിലുള്ളവരാണ്. ആമേൻ. ഇവൻ അനേക ദൈവദാസന്മാരെ പോറ്റിയതാണെങ്കിൽ വരുന്ന ദിവസങ്ങൾ ആമേൻ അനേക ദൈവദാസന്മാരെ, അനേക ദൈവസഭയ്ക്ക് വേണ്ടി ഇത് പ്രയോജനമാകാൻ പോകുവാണ്. हालेलुया, जिनके विरुद्ध आप पत्थर उठाते थे, आप पत्थर उठाना छोड़ दो. उन जो लोग हालेलुया विरोधी थे, मगर आप इस प्रकार विश्वास के साथ बोले कि अनेक परमेश्वर के दासों के लिए, कलीसिया के लिए ये आने वाले दिनों में, समयों में उपयोगी होने जा रहे हैं. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ അനേക പ്രയോജനമില്ലാത്തവർ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ കൈ ഉയർത്തി പറയണം, ഇത് 2021 ഇവ പ്രയോജനമാകും. हालेलुया, यदि आपके घर में ऐसा कोई है जो उपयोगी शून्य है, उन्हें देखकर आप इस प्रकार बोले कि ये लोग 2021 में प्रभु के लिए इस्तेमाल होंगे. അഞ്ചാമത്തെ കാര്യം, കെരീത്ത് is a place for a higher spiritual preparation. हालेलुया, करीत वो जगह है जहां पर हालेलुया एक आत्मिक उन्नति के लिए हालेलुया आप तैयार हो सकते हैं. ഒരു higher levelോട്ട് ദൈവം കൊണ്ടുവന്ന സ്ഥലമാണ് കെരീത്ത്. और करीत के उस जगह पर परमेश्वर आत्मिक रूप से आपको ऊपर उठाएगा. ഞാൻ ആത്മാവിൽ പറയട്ടെ, കെരീത്തിൽ ദൈവം ഏലിയാവിനെ ഇരുത്തി. करीत में परमेश्वर ने एलिया को बैठाया. 18 അധ്യായം 41 തൊട്ട് 46 വാക്യം വരെ വായിക്കുവാണെങ്കിൽ 18:41-46 18वें अध्याय के 41 से 46वें पद तक जब हम पढ़ते हैं, കെരീത്തിലിരുന്ന ഏലിയാവ് करीत में बैठा हुआ एलिया 6 മാസക്കാലം അവിടെ ഇരുന്നു. 6 महीने तक वो वहीं पर बैठा रहा. ദൈവം അവനെ സാരാഫത്തിൽ കൊണ്ടുപോയി. वहां से परमेश्वर उसको सारफात ले गया. പിന്നെ ആഹാബിന്റെ അടുത്ത് കൊണ്ടുപോയി. फिर वहां से आहाब के पास उसको ले गया. 3.5 വർഷം കഴിഞ്ഞു. 3.5 साल बीत गए. ഓൾമോസ്റ്റ് 3 വർഷം കഴിഞ്ഞു. 3 साल पूरे हो गए. 3.5 വർഷ വാഗ്ദത്തത്തിന്റെ തീരാറായി. देखो 3.5 साल का वो वायदे का സമയം തീരാറായി. वायदे का वो समय समाप्त होने पर था. മഴയുടെ മുഴക്കം ഇപ്പം വരെ കേട്ടിട്ടില്ല.
देखो बारिश की हालेलुया जो आवाज है अभी तक उनको सुनाई नहीं पड़ रही है। 41 തൊട്ട് നിങ്ങൾ വായിക്കുവാണെങ്കിൽ ദൈവം പറഞ്ഞു, ഏലിയാവേ നീ ഓടിക്കോ, ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിൽ ഓടിക്കോ, ഒരു വലിയ മഴയുടെ മുഴക്കം തുടങ്ങാൻ പോകുവാണ്. हालेलुया हालेलुया 41वें पद से जब हम पढ़ते हैं तो परमेश्वर एलिया से कहते हैं कि तू उठकर खा पी कर चल, क्योंकि एक भारी वर्षा की सनसनाहट सुनाई पड़ रही है। ആത്മാവ് ദൂത് കൈമാറുമോ, നിങ്ങൾ ഏറ്റെടുത്തോണം, പ്രാർത്ഥിച്ചോണം. ആമേൻ. നിങ്ങളെ ദൈവം കെരീത്തിൽ ഇരുത്തിയതാണെങ്കിൽ ദൈവം നിങ്ങളെ കാർമേലിൽ നിർത്താൻ പോകുവാണ്. हाँ मैं हालेलुया मैं एक वाणी आत्मा में आपको देना चाहता हूं, आप लोग स्वीकार करिएगा। यदि करीत में परमेश्वर ने आपको बैठाया है, अब अगला परमेश्वर करमेल पर आपको पहुंचाने जा रहा है। There is no bypass from Kerith to Carmel. हालेलुया करीत से लेकर करमेल तक पहुंचने में कोई हालेलुया छोटा मार्ग नहीं है। Kerith is a preparation for a greater Carmel. हालेलुया करीत वो जगह है हालेलुया करमेल में पहुंचने से पहले एक तैयारी का जगह है। നിന്നെ കെരീത്തിൽ ഇരുത്തിയിരിക്കുന്നത് കാർമേൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കാൻ പോകുവാണ്. आपको करीत में इसलिए बैठाया है क्योंकि परमेश्वर आपको उस करमेल पर पहुंचाना चाहता है। അപ്പൊ 5 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ രാവിലെ പറഞ്ഞു. 5 बातों को मैंने आज आपके सामने रखा। ഞാൻ ഒരു പ്രാവശ്യം പിന്നെയും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുവാണ്. एक और बार उसको दोहराकर मैं प्रार्थना करने जाऊंगा। കെരീത്ത് ദൈവത്തിലൊന്ന് ആശ്രയിക്കുന്ന സ്ഥലമാണ്. सबसे पहला करीत वो जगह है जहां पर हम परमेश्वर पर निर्भर हो सकते हैं। കെരീത്ത് നിന്നെ ദൈവം അവൻ താഴ്ത്തി ഉയർത്തിപ്പിക്കുന്ന സ്ഥലമാണ്. करीत वो जगह है जहां पर परमेश्वर आपको पहले दीन करके नीचा करके फिर आपको उठाएगा। हालेलुया. കെരീത്ത് ദൈവം നിന്നെ ഒളിച്ചു വെക്കുന്ന സ്ഥലമാണ്. करीत वो जगह है जहां पर परमेश्वर आपको छुपा कर रखता है। हालेलुया. കെരീത്ത് നിന്റെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്ന സ്ഥലമാണ്. करीत वो जगह है जहां पर आपकी जरूरतें पूरी की जाती है। കെരീത്ത് നിന്നെ ഉയർച്ച ആത്മീയ ഉയർച്ചയിലോട്ട് കൊണ്ടുവന്ന സ്ഥലമാണ്. करीत वो जगह है जहां पर आपको परमेश्वर में उन्नति आत्मिक उन्नति देता है। ഈ പ്രഭാത സമയത്ത് കണ്ണടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. सुबह के वक्त अपनी आंखों को बंद करें हम प्रार्थना करें। ആമേൻ. ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചാണ്, പിതാവേ ഞാൻ കെരീത്തിൽ ഇരിക്കുന്നെങ്കിൽ 2021 കാർമേൽ എന്റെ എനിക്ക് വേണ്ടി ഒരുങ്ങാൻ പോകുവാണ്. हालेलुया आत्मा में इस प्रकार प्रार्थना करें और बोले कि परमेश्वर मैं अभी करीत में बैठा हूं तो 2021 में आप करमेल में मुझे पहुंचाओगे। കൈ ഉയർത്തുന്ന പ്രാർത്ഥിച്ചാണ്, ദൈവമേ കെരീത്ത് എന്റെ തകർച്ചയല്ല, കെരീത്ത് എന്റെ ഉയർച്ചയാണ്. ആത്മീയമായി എന്നെ ഉയർത്താൻ പോകുവാണ്. ആമേൻ. കാർമേലിന്റെ ദർശനങ്ങൾ എന്റെ ഉള്ളിൽ വരാൻ പോവാണ്. കാർമേലിന്റെ കൈമേഘങ്ങൾ ഞാൻ കാണാൻ പോകുവാണ്. हालेलुया इस प्रकार आत्मा में बोले, हाथ उठाकर इस प्रकार बोले कि हालेलुया करीत जो है मेरे नाश विनाश का या दुर्दशा की जगह नहीं, मगर हालेलुया करमेल में पहुंचने के लिए उन आशीष को पाने के लिए हालेलुया ये वो स्थान बन रहा है, वो तैयारी की जगह है। നന്ദി പിതാവേ, എന്നെ സെപ്പറേറ്റ് ആക്കിയ കൃപയ്ക്കായി നന്ദി. परमेश्वर मुझे आपने जो अलग किया है उसके लिए हम धन्यवाद करते हैं। നന്ദി അപ്പാ, ദൈവസന്നിധി ഇരിക്കുന്ന കൃപയ്ക്കായി നന്ദി. परमेश्वर की उपस्थिति में बैठने का अवसर जो दिया इसके लिए धन्यवाद करते हैं। 2021 ഇങ്ങനെയല്ല പിതാവേ. I will be riding faster than Ahab's chariots. ഞാൻ ആഹാബിന്റെ രഥത്തിന്റെ അവൻ പിൻപിലല്ല. ഏറ്റെടുത്ത പ്രാർത്ഥിച്ച വസുദീപോ അവൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ ആഹാബിന്റെ രഥത്തിന്റെ പുറകെ അല്ല, ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിലാണ് ഞാൻ ഓടാൻ പോകുന്നത്. यस हालेलुया विश्वास के साथ इस प्रकार प्रार्थना करें और बोले कि 2021 में इस प्रकार नहीं हालेलुया, मगर आहाब के रथ के आगे आगे मैं दौड़ने पर हूं। ഓ ആഹാബിന്റെ രഥം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ വിഷയമാ. ഇറ്റ്സ് സോ പ്രഷ്യസ്, ഇറ്റ്സ് സോ സ്ട്രെങ്ത്ഫുൾ. ആമേൻ. അത് സ്കിൽഫുൾ ആണ്, ഏറ്റവും ഫാസ്റ്റ് ചാരിയറ്റ്സ് ആണ്. ദൈവം പറയുന്നു, എന്റെ അഭിഷക്തനെ നീ കെരീത്തിൽ നിന്ന നിമിത്തം ഞാൻ പറയട്ടെ, നീ ആഹാബിന്റെ രഥത്തിന് മുമ്പിൽ ഓടും. यस हालेलुया परमेश्वर की आत्मा इस प्रकार कह रही है हालेलुया आहाब का रथ जो है वो साधारण नहीं है प्रियो, वो काफी विशेष पूर्ण है, काफी सामर्थी है हालेलुया, काफी विशेष हालेलुया गुणों से भरा हुआ है। मगर परमेश्वर की आत्मा कह रही है हालेलुया तो इन दिनों में जो खरीद के अनुभव में बैठा हुआ है, इसलिए आहाब के रथ के पीछे पीछे नहीं, मगर आहाब के रथ के आगे आगे दौड़ने पर है। എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ദൂത് കൈമാറുവാണ്. നിങ്ങൾ ദൈവം നിങ്ങളെ ബലപ്പെടുത്തി ആമേൻ രഥത്തിന്റെ മുമ്പിൽ ഓടാൻ പോകുവാണ്. അതിന്റെ അർത്ഥം നിങ്ങൾ ചിന്തിക്കുന്ന അപ്പുറമായി ദൈവം നിങ്ങളെ മുമ്പോട്ട് നടത്താൻ പോകുവാണ്. यस हालेलुया ये संदेश ये वाणी मैं सब लोगों को देना चाहता हूं हालेलुया आहाब के रथ के आगे आगे हालेलुया इसका मतलब जिस प्रकार आप सोचते हैं विचारते हैं उससे बढ़कर परमेश्वर आपके लिए करने जा रहा है। നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോകണം, നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ പോകുവാണ്. यस हम घोषित करते हुए हालेलुया हम प्रार्थना करने जा रहे हैं। മലയാളത്തിൽ എന്റെ കൂടെ പറയാ, ഹിന്ദിയിൽ സോജോയുടെ കൂടെ നിങ്ങൾ പറയുവാണ്. आप अपनी भाषाओं में बोलेंगे हमारे साथ। ഞാനോ मैं
ആമേൻ ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിൽ ഓടും. आहाब के रथ के आगे आगे दौड़ूंगा. കാർമേലിൽ ദൈവത്തിന്റെ കൈ കാണും. कर्मेल में परमेश्वर के हाथों को देखो. ആമേൻ എന്റെ ഭവനത്തിൽ അത്ഭുതങ്ങൾ നടക്കും. मेरे परिवार में परमेश्वर के चमत्कार होंगे. എന്റെ കുടുംബത്തിൽ ആരും പുറകെ പോകത്തില്ല. मेरे परिवार में कोई भी पीछे नहीं जाएगा. എന്റെ കുടുംബത്തിൽ ഉയർച്ച നടക്കാൻ പോകുവാണ്. मेरे परिवार में आशीषों को मैं हम पाने जा रहे എന്റെ हैं. കുടുംബത്തിൽ ഉയർച്ച നടക്കാൻ പോകുവാണ്. हमारे परिवार में ऊंचाई को हम पाने जा रहे हैं. ആമേൻ കാർമേലിൽ ദൈവത്തിന്റെ കൈമേഘം പോലെ हालेलुया. कर्मेल में परमेश्वर के हाथों के समान എന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ കൈ ഇറങ്ങാൻ പോകുവാണ്. मेरे परिवार में परमेश्वर का हाथ उतर कर आने जा रहा है. 2021 മനുഷ്യന്റെ ഫേവർ അല്ല, ദൈവത്തിന്റെ ഫേവർ എന്റെ കുടുംബത്തിൽ വരാൻ പോകുവാണ്. यस 2021 में मनुष्यों का फेवर नहीं मगर परमेश्वर का फेवर हमारे परिवार में उतरने जा रहा है. ആത്മാവിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. यस आत्मा में एक साथ हम प्रार्थना करें. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. सब लोग मिलकर प्रार्थना करें प्रियो. ഓ ദൈവദാസൻ പ്രാർത്ഥനയിൽ കണ്ടിന്യൂ. എനിക്ക് തന്ന സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ദീപുവിനെയും ആ സഭയെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. തന്റെ ദാസൻ ദൈവം അധികമായി അനുഗ്രഹിക്കട്ടെ. മുമ്പോട്ടുള്ള ശുശ്രൂഷകളെല്ലാം ദൈവം മംഗളമായി നടക്കാൻ നിങ്ങൾ ഞങ്ങളെ ഓർത്ത് ഞങ്ങളുടെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഐ മീൻ ഗോഡ് ബ്ലെസ് യു.